സെപ്റ്റംബർ 24 എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളോട് നിങ്ങൾക്ക് RDP ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലേ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പറാണ്. ഈ സെപ്റ്റംബർ എക്സാമിനോട്ട് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിരിക്കുന്ന റിവിഷൻ ടെസ്റ്റ് പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം RTP ഒരിക്കലും നിങ്ങൾ മിസ്സാക്കി കളയരുത്. കാരണം അതിനകത്തുള്ള സെയിം ക്വസ്റ്റ്യൻ അവർ കോപ്പി പേസ്റ്റ് അടിച്ച് നേരെ എക്സാമിന് ചോദിക്കും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. മുഴുവൻ വീഡിയോസ് നിങ്ങൾ കാണണം. RTP ഫുള്ള് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. MCക്ക് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് കേസ് സ്റ്റഡി വരുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസ് ഉണ്ട്, MCQ ക്വസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ CA റിലേറ്റഡ് വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, റിവിഷൻ ടെസ്റ്റ് പേപ്പർ RTP സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പേപ്പർ നമ്പർ 6 പാർട്ട് B. ഞാൻ പറയാനുള്ളത്, ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമുക്കിതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ RTPൻ്റെ ഒരു പ്രത്യേകത, അവർ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് കൊടുക്കും അല്ലേ. അവർ ചാപ്റ്റർ വൈസ് ആണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് കണ്ടോ, അവർ ചാപ്റ്റർ വൈസ് കൊടുക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ 1-നകത്തുള്ള ക്വസ്റ്റ്യനാണ്, ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ചാപ്റ്റർ 1-നകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നിങ്ങളൊന്ന് ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ടെക് ഇന്നോവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതെന്ത് കമ്പനിയാണ്? ഇറ്റ്സ് എ റാപ്പിഡ്ലി എക്സ്പാൻഡിങ് ടെക്നോളജി കമ്പനി. ഇതൊരു ടെക്നോളജി കമ്പനിയാണ്. ഈ കമ്പനി എന്താ പറയുക, ഫോക്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് മീൻസ് നത്തിങ്, നമുക്ക് മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ബട്ട് കമ്പ്യൂട്ടറിന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടെക് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി അതൊരു AI ബേസ്ഡ്, AI ലീഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇനി പറയുകയാണ്, വിത്ത് റീസെൻറ്റ് ഗ്രോത്ത് ദ കമ്പനി ഈസ് ഇവാലുവേറ്റിംഗ് വിച്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിൽ ബി ബെസ്റ്റ് സപ്പോർട്ട് ഇറ്റ്സ് വിഷൻ ഫോർ ഇന്നോവേഷൻ. ആ കമ്പനിക്ക് ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ ഇന്നോവേഷൻ കണ്ടുപിടുത്തം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കമ്പനി റിസർച്ച് നടത്തുകയാണ്. എന്താ റിസർച്ച് അറിയോ? വിച്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിൽ ബി ദ ബെസ്റ്റ് സപ്പോർട്ട് ഫോർ ഇറ്റ്സ് വിഷൻ ഫോർ ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ഇൻ AI ടെക്നോളജി. ഇനി പറയുകയാണ്, ദേ ആർ കൺസിഡറിങ് 3 ഓപ്ഷൻ. ആ കമ്പനിൻ്റെ തൊട്ട് മുമ്പിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 ഓപ്ഷൻ? ഫംഗ്ഷണൽ ആൻഡ് ഡിവിഷണൽ റിലേഷൻഷിപ്പ്. ആ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ആൻഡ് ഡിവിഷണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. അല്ലെങ്കിലോ ഹൊറിസോണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. അല്ലെങ്കിലോ കൊളാബറേറ്റീവ് മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാം. അല്ലെങ്കിലോ മെട്രിക്സ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. മക്കളെ, ഈ 3 നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഈ 3 നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഏരിയക്കകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെപ്റ്റംബർ അറ്റംപ്റ്റ് മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ് എന്ത്, നെറ്റ്വർക്കിംഗ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 ലെവൽ. ഏതൊക്കെയാണ്? ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻ ലെവൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാ അല്ലെ. പിന്നെ മെട്രിക്സ് ലെവൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാ. ഡിവിഷണൽ റിലേഷൻ, 3 റിലേഷൻ. ഫസ്റ്റ് വൺ ഫംഗ്ഷൻ ആൻഡ് ഡിവിഷണൽ റിലേഷൻഷിപ്പ്, സെക്കൻഡ് വൺ മെട്രിക്സ് റിലേഷൻഷിപ്പ്, തേർഡ് വൺ ഹൊറിസോണൽ റിലേഷൻഷിപ്പ്. ഈ 3 ഇവിടെ പറഞ്ഞു. ഇനി പറയുന്നത്, ഈ 3 ഈ കമ്പനി ഏത് കമ്പനിയാണ്? ടെക് എന്ന് പറയുന്ന ഈ ടെക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്ന സ്ട്രക്ചർ ഏതാണ്? അതാണ് ഇവിടെ പറയാൻ വേണ്ടി. സോറി, സ്ട്രക്ചർ അല്ല, സ്യൂട്ടബിൾ ആയിരിക്കുന്ന റിലേഷൻഷിപ്പ് സ്ട്രക്ചർ ഏതാണ്? ഓക്കെ, വിച്ച് ഓഫ് ദീസ് റിലേഷൻ, ഇത്രയും റിലേഷനകത്തു നിന്നും ഏത് റിലേഷനാണ്, ഏതൊക്കെ റിലേഷൻ ഇനി പറയാൻ വേണ്ടി പോകണം. 3 ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻ. ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻ റിലേഷനാണ് ഇവിടെ സൂട്ടബിൾ ആവുക. അല്ലെങ്കിലോ ഹൊറിസോണലാണ് സൂട്ടബിൾ ആവുക. അല്ലെങ്കിലോ മെട്രിക്സ് ആണ് സൂട്ടബിൾ ആവുക. വിച്ച് വിൽ ബി ദ മോസ്റ്റ് എഫക്റ്റീവ്ലി ടു അച്ചീവ് ദ ടെക് ഇന്നോവേറ്റീവ്സ് കമ്പനി ടു സ്ട്രാറ്റജിക് ഗോൾസ് ആൻഡ് വൈ. ഇതിനകത്ത് ഏതാണ് സൂട്ടബിൾ ആവുക? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ 3 എന്താണെന്നൊരു ബേസ് നോക്കാം. ആ 3 ബേസ് ജസ്റ്റ് നോക്കിയേ. ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോണത്, എന്താണ് നമ്മൾ പഠിച്ചത്? ഫംഗ്ഷൻ ആൻഡ് ഡിവിഷണൽ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചില്ലേ. ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ബോത്ത് ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻസ് ആർ ഇൻഡിപെൻഡൻ്റ്ലി. ഫംഗ്ഷൻ വേറെ ഡിവിഷൻ വേറെ ആയിട്ട് വർക്ക് ചെയ്യും. ഒരു കമ്പനിയിൽ ഫംഗ്ഷൻ ലെവൽസും ഉണ്ട്, ഡിവിഷൻ ലെവൽസും ഉണ്ട് അല്ല. ഡിവിഷൻ ലെവൽസ് മീൻസ് ബിസിനസ് ലെവൽ. അപ്പോൾ ഒരു കമ്പനിയിൽ ഫംഗ്ഷൻ ലെവലും ഉണ്ട്, ഡിവിഷൻ ലെവൽ ഉണ്ടെങ്കിൽ ഫംഗ്ഷനായിട്ട് വർക്ക് ചെയ്യും. ഫംഗ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് ഫംഗ്ഷൻ മാനേജർ ഡീൽ ചെയ്യും അല്ല. ഡിവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ അറിയും, ഡിവിഷൻ മാനേജേഴ്സ് ഡീൽ ചെയ്യും. അപ്പോൾ ഫംഗ്ഷനും ഈ പറഞ്ഞ ഡിവിഷൻ തമ്മിൽ യാതൊരു ബന്ധമില്ല. അതായത് രണ്ടും ബന്ധമല്ല, രണ്ടും 2 രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഇതാണ് നമ്മൾ പഠിച്ചുള്ളത്. ഓക്കെ,
ഇനി നമ്മൾ പഠിച്ചു ഹൊറിസോണ്ടൽ റിലേഷൻ. ഈ ഹൊറിസോണ്ടൽ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ റിലേഷൻ ഈസ് ഓൺലി സൂട്ടബിൾ ടു സ്റ്റാർട്ടപ്പ് കമ്പനി. ഇത് സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് മാത്രമേ സൂട്ടബിൾ ആവും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് മാത്രം സൂട്ടബിൾ ആവുന്ന സ്ട്രക്ചറാണ് ഇത് ഹൊറിസോണ്ടൽ റിലേഷൻ. അവിടെ പറഞ്ഞു എല്ലാവരും ഒരേപോലെയാണ്, എവരിവൺ ഈസ് കൺസിഡർഡ് ടു ബി സെയിം ആണ്, ഓൾ ഹൈറാർക്കിക്കൽ പൊസിഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം, ടോപ്പ് മുതൽ ബോട്ടം വരെ എല്ലാവരും ഒരേ ഹൈറാർക്കിക്കൽ പൊസിഷൻ ആണ്, എല്ലാവരും സെയിം ആണ്, എല്ലാവരും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യും. അത് ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതുപോലെ ഐഡിയ ഷെയറിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ ട്രാൻസ്പെറൻസി ഇൻ വർക്ക് കൾച്ചർ, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പനിയിൽ എല്ലാവരും ഒരേപോലെ, മാനേജറും എംപ്ലോയീസൊക്കെ ഒരേപോലെ ഫ്രണ്ട്ലി നേച്ചറാണ് ഈ പറയുന്ന ഹൊറിസോണ്ടൽ. അപ്പം നിങ്ങൾ ആലോചിച്ചോക്കെ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കമ്പനിയാണ് നമ്മളെ ക്വസ്റ്റ്യൻ കൊടുത്തുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഹൈ ലെവൽ ടെക് കമ്പനി ഈ സ്ട്രക്ചർ ഓപ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് സ്ട്രക്ചർ ഈസ് ഓൺലി സൂട്ടബിൾ ഫോർ സ്റ്റാർട്ടപ്പ് കമ്പനി. സ്റ്റാർട്ടപ്പിന് വേണ്ടി മാത്രമേ ഹൊറിസോണ്ടൽ സൂട്ടബിൾ ആവുള്ളൂ. ഇവിടെ ഇത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണോ? ഒരിക്കലും അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതൊരിക്കലും സൂട്ടബിൾ ആവില്ല. ബൈ പ്രാക്ടിക്കലി ഇതൊരിക്കലും സൂട്ടബിൾ ആവില്ല. കാരണം എന്താ, ഹൊറിസോണ്ടൽ റിലേഷൻ ആർക്ക് മാത്രമേ സൂട്ടബിൾ ആവുള്ളൂ? ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് മാത്രമേ സൂട്ടബിൾ ആവുള്ളൂ. നമ്മുടെ ക്വസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കമ്പനി സ്റ്റാർട്ടപ്പ് കമ്പനി അല്ല, ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് കമ്പനിയാണ് അല്ലേ. ഹൈ ലെവൽ കമ്പനിയാണ്, പ്രീമിയം കമ്പനിയാണ്, ലക്ഷറി കമ്പനിയാണ്, ആർട്ടിഫിഷ്യൽ ബേസ്ഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. സോ ഒരിക്കലും ഈ ലെവലിൽ സൂട്ടബിൾ ആവില്ല. ഓക്കെ, ഇനി മൂന്നാമത്തും കൂടി നോക്കിയിട്ട് നമുക്ക് ഏതാണ് സൂട്ടബിൾ ആണെന്ന് പറയാം. മൂന്നാമത്തെ സ്ട്രക്ചറാണ് ഇത് മെട്രിക് സ്ട്രക്ചർ. മെട്രിക് റിലേഷൻ. എന്താ മെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ? മെട്രിക് റിലേഷൻ മീൻസ് ഇസ് എ ഗ്രിഡ് ലൈക്ക് സ്ട്രക്ചർ. ഗ്രിഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഗ്രിഡ് മീൻസ് ഇസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. ഇസ് എ കോംപ്ലക്സ് റിലേഷൻ ആണ് എന്ത് ഈ മെട്രിക്സ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് ആണ്. നമ്മൾ മെട്രിക് സ്ട്രക്ചർ പഠിച്ച് ഓർമ്മയുണ്ടോ? ആ സെയിം സാധനം. മെട്രിക് സ്ട്രക്ചർ ഇസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ. ഹെൻറി ഫയോളിൻ്റെ യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പളിന് ഓപ്പോസിറ്റ് ആയി വരുന്ന സ്ട്രക്ചറാണ് ഇത് മെട്രിക് സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറാണോ സൂട്ടബിൾ, അതോ ഫംഗ്ഷൻ ആൻഡ് ഡിവിഷനാണ് സൂട്ടബിൾ? സോ നോക്കി, ഈ ടെക് എന്ന് പറയുന്ന കമ്പനി ഹൈലി AI ബേസ്ഡ് കമ്പനിയാണ്. ആ കമ്പനിക്ക് കോംപ്ലക്സ് സ്ട്രക്ചറേ അപ്ലിക്കബിൾ ആക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ അറിയോ? അത് സ്റ്റാർട്ടപ്പ് കമ്പനിയല്ല, അതൊരു ഹൈ ലെവൽ കമ്പനിയാണ്, പ്രീമിയം കമ്പനിയാണ്. അപ്പോൾ അവിടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും സ്ട്രിക്റ്റ് ആക്കണം. അത് ഫുൾ ഗ്രിഡ് മീൻസ് കോംപ്ലക്സ് ആക്കണം. എല്ലാവരും കോംപ്ലക്സ് ആക്കണം. അവിടെ ഫുൾ ടൈറ്റ് ആക്കണം. ഫുൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ വേണം, പ്രൊസീജിയർ വേണം, പ്രോഗ്രാംസ് വേണം. അപ്പോൾ അവർക്ക് ഏറ്റവും സൂട്ടബിൾ ഏത് മാത്രടാ? ഈ പറയുന്ന മെട്രിക് സ്ട്രക്ചർ റിലേഷനാണ് അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആവുക. ഓക്കെ ആണോ? എന്തുകൊണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി ഒരു ഹൈ ലെവൽ കമ്പനിയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, മെഷീൻ ലേണിംഗ് ബേസ്ഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. സോ ദിസ് കമ്പനി ഈസ് മോസ്റ്റ്ലി സൂട്ടബിൾ ഫോർ ദ മെട്രിക്സ്. ഓക്കെ ആണോ? നമുക്കതിന് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻസർ നോക്കിയേ. The metric relationship is the most effective structure for the tech innovators company. ഈ കമ്പനിക്ക് ഏറ്റവും എഫക്റ്റീവ് എന്താണ്? മെട്രിക്സ് ആണ്. ടു അച്ചീവ് ഇസ് വിഷൻ ഓഫ് ലീഡർഷിപ്പ് ഇൻ AI ടെക്നോളജി. ആ കമ്പനിക്ക് ഭാവിയിൽ AI ടെക്നോളജിക്ക് അകത്ത് ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ അച്ചീവ് ചെയ്യാൻ ആ കമ്പനിക്ക് ഏറ്റവും സൂട്ടബിൾ എന്താണ്? ഈ പറയുന്ന മെട്രിക്സ് റിലേഷനാണ്. ഇനി പറയുകയാണെങ്കിൽ this structure promote the cross-functional collaboration essential for managing complex AI projects and fostering the innovation. ഇന്നോവേഷനൊക്കെ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ടും അതുപോലെ കോംപ്ലക്സ് ആയിരിക്കുന്ന AI പ്രോഗ്രാംസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും സൂട്ടബിൾ എന്താണ്? ഈ പറയുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, നമ്മൾ മെട്രിക് സ്ട്രക്ചറിനകത്ത് പഠിച്ച ഒരു ഡേവിഡ് ആൻഡ് ലോറൻസ് പ്രപ്പോസ് ചെയ്ത മൂന്ന് മെത്തേഡ്സ് പഠിച്ചു ഓർമ്മ. ഏതൊക്കെയാണത്? ക്രോസ് ഫംഗ്ഷൻ പഠിച്ചു നമ്മൾ. അതുപോലെ മെച്യൂർ മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ ആ സെയിം സാധനം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും സൂട്ടബിൾ എന്താണ്? മെട്രിക്സ് ആണെന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഇനി ഇവിടെ ബ്രീഫാക്കി പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് ഏതൊക്കെ? ഫംഗ്ഷൻ നോക്കട്ടോ, നമുക്ക് ആദ്യത്തെ ഫുൾ ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ദ മെട്രിക് റിലേഷൻഷിപ്പ് സപ്പോർട്ട് ഡൈനാമിക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആൻഡ് അലൈൻ വെൽ വിത്ത് കമ്പനി സ്ട്രാറ്റജിക് ഗോൾസ് ഫോർ അഡ്വാൻസ് ഇൻ ദ AI ടെക്നോളജി. സെയിം പോയിന്റാണ്. AI ടെക്നോളജിയിൽ അഡ്വാൻസ് ലെവലിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഗോൾസുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഏത് സ്ട്രക്ചറേ സൂട്ടബിൾ ആവുള്ളൂ? മെട്രിക്സേ സൂട്ടബിൾ ആവുള്ളൂ. സോ ഡിസ്പേസ് ദിസ് കോംപ്ലക്സിറ്റി ദിസ് അപ്രോച്ച് പ്രൊവൈഡ് ദ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൊളാബറേഷൻ നെസസറി ഫോർ എ ലീഡിംഗ് എഡ്ജ് AI ആൻഡ് ML ഫോക്കസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കണക്കാക്കിക്കൊണ്ട്, ഈ ഒരു സ്ട്രക്ചർ കോംപ്ലക്സിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു AI ബേസ്ഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിക്ക് സൂട്ടബിൾ അല്ലേ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ടെക് കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നെങ്കിൽ ഏത് സ്ട്രക്ചറാണ് സൂട്ടബിൾ ആവുക? അവർക്ക് സൂട്ടബിൾ ആവുന്നതാണ് ഈ പറയുന്ന ഹൊറിസോണ്ടൽ സ്ട്രക്ചറേക്കാരം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഈ മൂന്നാണ് നോക്കി. ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻ സ്ട്രക്ചർ, ഹൊറിസോണ്ടൽ, മെട്രിക്സ്. ഇതിൻ്റെയും ബെനിഫിറ്റ് അതുപോലെ ഡ്രോബാക്ക്, സൂട്ടബിലിറ്റി ഫോർ AI ലീഡർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഇത്ര ഉള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7 ഉള്ളത്. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 8 വെച്ച് നോക്കിയേ. ഇറ്റ്സ് വെരി സിമ്പിൾ. Strategic management helps an organization to work through changes in the environment to gain competitive advantage. In the light of the statement, discusses benefit.
അപ്പോൾ ഇവിടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനകത്ത് എന്താ ഒരു കമ്പനിക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ആ കമ്പനിക്ക് എങ്ങനെ സഹായിക്കുന്ന പറഞ്ഞത്, ഇറ്റ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു വർക്ക് ത്രൂ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ടു ഗെയിൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. മറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റിനകത്ത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ ആര് സഹായിക്കും, കമ്പനിയുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കമ്പനിയെ സഹായിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഏതിൻ്റെ ബെനിഫിറ്റാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ. നമ്മൾ ആദ്യം എന്താ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ ചെയ്ത് കൊടുക്കുക. എന്താ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇസ് എ മാനേജറിയൽ പ്രോസസിംഗ് ഓഫ് എന്തൊക്കെയാണ് പറഞ്ഞു, സെറ്റിംഗ് വിഷൻ സെറ്റ് ചെയ്യാം, അതുപോലെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, ക്രാഫ്റ്റിംഗ് എ സ്ട്രാറ്റജി, ഇംപ്ലിമെൻറ്റിംഗ് എ സ്ട്രാറ്റജി, ഇവാലുവേറ്റിംഗ് ദ സ്ട്രാറ്റജി ആൻഡ് ഫൈനലി ഡീംഡ് അപ്രോപ്രിയേറ്റ് വേർ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേർ അല്ലേ. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് തിരുത്തി കൊടുക്കുക. ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഡെഫിനേഷൻ. ഇനി അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, നമ്മൾ ഒരു 7-8 ബെനിഫിറ്റ് പഠിച്ചില്ല. ഫസ്റ്റ് വൺ, ഒരു കമ്പനിക്ക് മിഷനും ഗോളും ഡിഫൈൻ ചെയ്യാൻ കമ്പനി സഹായിക്കും. ആ കമ്പനിക്ക് പ്രൊആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ് ചെയ്യാൻ സഹായിക്കും അല്ലേ. ആ കമ്പനിൻ്റെ കോർ കോമ്പറ്റൻസിയിലും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും അച്ചീവ് ചെയ്യാൻ സഹായിക്കും. അതാണ് ആ പോയിന്റ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു ആ കമ്പനിൻ്റെ മേജർ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിൽ ഇടപെടാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡിങ് എ മേജർ ഫ്രെയിംവർക്ക് ഫോർ ഓൾ മേജർ ഡിസിഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ്. പിന്നെ പറഞ്ഞു ഇറ്റ് ഹെൽപ്സ് ടു പ്രൊആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ്, കമ്പനിയെ ഭാവിയിലോട്ട് ഫേസ് ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇറ്റ് സെർവ് ആസ് എ കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം അഗേൻസ്റ്റ് മിസ്റ്റേക്ക് ആൻഡ് പിറ്റ്ഫോൾസ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇറ്റ് ഹെൽപ്സ് ടു എക്സ്റ്റെൻഡ് ദി ലോങ്വിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ അല്ലേ. കമ്പനിക്ക് ഒരുപാട് കാലം, ദീർഘായുസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലം കമ്പനിക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഞാൻ ഈ കാണാതെ പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. സെയിം സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടൊന്ന് പരിശോധിച്ച് നോക്കിയേ. ബെനിഫിറ്റ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോയിട്ട് ഫസ്റ്റ് അവർ എന്ത് ചെയ്തു, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ കൊടുത്തു അല്ലേ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇൻവോൾവ് ഡെവലപ്പിംഗ് ദ കമ്പനി വിഷൻ ഡെവലപ്പ് ചെയ്യുക, എൻവയോൺമെൻറ്റ് സ്കാൻ ചെയ്യുക, സ്ട്രാറ്റജി ഫോം ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. ഇതന്നെ നമ്മളും പറഞ്ഞത് സെയിം. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട് ഇൻ ദ ലൈറ്റ് ഓഫ് കമ്പനി സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട്. ഒരു കമ്പനിയുടെ സ്വോട്ട് അല്ലെ, കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടൊക്കെ മനസ്സിലാക്കി കമ്പനി എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ഒന്ന് അനലൈസ് ചെയ്യണം, കമ്പനിയുടെ പുറത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോവാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഓഫ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ടു ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ആൾസോ ഗൈഡ് ദ കമ്പനി സക്സസ്ഫുള്ളി ത്രൂ ഓൾ ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്. ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കമ്പനിക്ക് അകത്തുണ്ടെങ്കിൽ കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ, കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാനും കമ്പനിയെ മുന്നോട്ട് നയിക്കാനും ആര് സഹായിക്കുന്നുണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കമ്പനിയെ സഹായിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ബെനിഫിറ്റ് പറയാൻ വേണ്ടി പോകണം അല്ലേ. ഫോളോയിങ് ആർ ദ ബെനിഫിറ്റ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഗിവ് എ ഡയറക്ഷൻ ടു കമ്പനി ടു മൂവ് അഹെഡ്, കമ്പനി മുന്നോട്ട് കുതിക്കാൻ സഹായിക്കും. ഇറ്റ് ഡിഫൈൻ ദ ഗോൾസ് ആൻഡ് മിഷൻ. സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ പ്രൊആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് പ്രൊവൈഡിങ് എ ഫ്രെയിംവർക്ക് ഫോർ ഓൾ മേജർ ഡിസിഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ് അല്ലെ. എല്ലാ ഇമ്പോർട്ടൻറ്റ് തീരുമാനം എടുക്കാൻ കമ്പനി സഹായിക്കും. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് തീരുമാനങ്ങൾ? ഫസ്റ്റ് വൺ, ഡിസിഷൻ ഓൺ ബിസിനസ്സുമായി ബന്ധമുള്ള തീരുമാനങ്ങൾ, പ്രൊഡക്റ്റുമായി ബന്ധമുള്ള തീരുമാനങ്ങൾ, മാർക്കറ്റുമായി ബന്ധമുള്ള തീരുമാനങ്ങൾ, മാനുഫാക്ചറിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സ്ട്രക്ചർ. അപ്പോൾ ഒരു കമ്പനി ഏത് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യണം, ഏത് പ്രൊഡക്റ്റ് ഇഷ്യൂ ചെയ്യണം, എവിടെ പോയിട്ട് ബിസിനസ് ചെയ്യണം, ഏതൊക്കെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയ തീരുമാനം എടുക്കാൻ കമ്പനിയെ സഹായിക്കും ആ കമ്പനിക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അല്ലേ. പിന്നെ പറഞ്ഞു ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ അവൈലബിൾ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഐഡൻറ്റിഫൈ വേ മീൻസ് ടു അച്ചീവിങ് ദ ടീം. ആ കമ്പനിക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടെത്താൻ ആര് സഹായിക്കുന്നുണ്ട്, സ്ട്രാറ്റജി കമ്പനിയെ സഹായിക്കുന്നുണ്ട്. സോ ഇറ്റ് സെർവ് ആസ് എ കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം അഗേൻസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് പിറ്റ്ഫോൾ. മിസ്റ്റേക്കിൽ നിന്നും ചതിക്കുഴിയിൽ നിന്നും കമ്പനിയെ പ്രതിരോധിക്കുന്ന ഒരു മെക്കാനിസമാണിത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ്, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ഓൾ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ്. കമ്പനിയെ കൂട്ടും, എന്ത് കൂട്ടും, ലോങ്വിറ്റി ഓഫ് ബിസിനസ്. കമ്പനിക്ക് ഒരുപാട്, ലോങ്വിറ്റി മീൻസ് എക്സ്റ്റെൻഡ് ഓഫ് ലൈഫ് എന്നാണ്. ലോങ്വിറ്റി മീൻസ് എക്സ്റ്റെൻഡ് ഓഫ് ലൈഫ്. കമ്പനിക്ക് ഒരുപാട് ലൈഫ് ഉണ്ടാവും അല്ലേ. കമ്പനിക്ക് ദീർഘായുസൊക്കെ പറയും നമ്മൾ. കമ്പനിക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് വേണം, സ്ട്രാറ്റജി വേണം. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് സെർട്ടൻ കോർ കോമ്പറ്റൻസി ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ആ കമ്പനിക്ക് സർവൈവ് ചെയ്യാനും ആ കമ്പനിക്ക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടും കോർ കോമ്പറ്റൻസിയും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും അച്ചീവ് ചെയ്യാൻ ആര് സഹായിക്കും, ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കമ്പനിയെ സഹായിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങൾക്ക് RTP അകത്ത് ചോദിച്ചിരുന്ന ചാപ്റ്റർ നമ്പർ 1 ഞങ്ങൾക്ക് ചോദിച്ച 2 ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 8. സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, എന്താ, സ്ട്രാറ്റജിക് അനാലിസിസ് ആണ്. അനാലിസിസ് എക്സ്റ്റേണലും ഉണ്ട് ഇൻറ്റേർണലും ഉണ്ട്. എക്സ്റ്റേണലാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, ഇൻറ്റേർണലാണ് നിങ്ങളുടെ തേർഡ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിക് അനാലിസിസ് ആണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി പറ എന്താണ് സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, വായിച്ചോക്കെ. A company has recently launched a new product in the market. Initially, it faced slow sales growth, limited market and high price. ഓക്കെ, അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ്? നിങ്ങൾക്ക് ഫസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കും മനസ്സിലാവണം. ഇത് PLCത്തെ ക്വസ്റ്റ്യനാണ്, ഒരു സംശയമല്ല അല്ലേ. ഒരു കമ്പനി പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു.
അപ്പോൾ ഒരു കമ്പനി മാർക്കറ്റിലോട്ട് പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് പാസ് ചെയ്ത് പോകുന്ന 4 സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോവാണ്. പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്തു. ഇനീഷ്യലി അതിൻ്റെ തുടക്ക സമയത്ത് ഇറ്റ് ഫേസ് ഒരു സ്ലോ സെയിൽസ് ഗ്രോത്ത്. അതിൻ്റെ തുടക്കത്തിൽ അത് സെയിൽസ് കുറവാണ്, മാർക്കറ്റ് ലിമിറ്റഡാണ്, അതുപോലെ തന്നെ ഹൈ പ്രൈസാണ്. ഹവർ ഓവർ ടൈം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദ ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് എക്സ്പാൻഡ് റാപ്പിഡ്ലി. പെട്ടെന്ന് ഇതിൻ്റെ ഡിമാൻഡ് കൂടി, അതിൻ്റെ പ്രൈസ് കുറഞ്ഞു, കോമ്പറ്റീഷൻ കൂടി. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഐഡൻറ്റിഫൈ ദ സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ദ കമ്പനി വെൻറ്റ് ത്രൂ. ഇവിടെ കമ്പനി പാസ് ചെയ്ത് പോയ PLCക്കകത്ത് വരുന്ന സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, നിങ്ങൾ പറ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. PLC പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനകത്ത് 4 സ്റ്റേജ്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഓക്കെ, സെക്കൻഡ് വൺ നമുക്കറിയാം, സെക്കൻഡ് വൺ ഗ്രോത്ത് സ്റ്റേജ്, തേർഡ് വൺ മെച്യൂരിറ്റി സ്റ്റേജ്, ആൻഡ് ഫോർത്ത് വൺ ഡിക്ലൈൻ സ്റ്റേജ്. ഈ 4 സ്റ്റേജ് അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിനകത്തോട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ജനിച്ചാൽ ഫസ്റ്റ് അത് ന്യൂ ബോൺ ബേബി ആയിരിക്കും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് കിട്ടും? മെച്യൂരിറ്റി അല്ല, ആ കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് ഗ്രോത്ത് സ്റ്റേജ്. അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജ് കുട്ടിക്ക് വളർച്ച വെക്കുന്ന സ്റ്റേജ് ആയിരിക്കും. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ എന്താവും? ആ കുട്ടിക്ക് മെച്യൂരിറ്റി, കുട്ടി എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ വലിയ ഒരാളാണ് മെച്യൂരിറ്റി എത്തും. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? ഏജ് ആവും അല്ലേ, ഏജ്ഡ് പേഴ്സൺ ആവും. അതാ പറഞ്ഞത്, ഒരു ചെറിയൊരു കുട്ടി ജനിച്ചാൽ വരെ ആ ഒരു വ്യക്തി 4 സ്റ്റേജിലൂടെ പാസ് ചെയ്യും. ഫസ്റ്റ് അത് ന്യൂ ബോൺ ബേബി, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി മാൻ, അതുപോലെ തന്നെ ഏജ്ഡ്. അതേപോലെ ഒരു കമ്പനി പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് പാസ് ചെയ്ത് പോകുന്ന 4 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ഗ്രോത്ത്, ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്, സെക്കൻഡ് വൺ ഗ്രോത്ത് സ്റ്റേജ് ആണ്, തേർഡ് വൺ മെച്യൂരിറ്റി ആൻഡ് ഫോർത്ത് വൺ ഡിക്ലൈൻ. അപ്പോൾ ഈ 4 സ്റ്റേജിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയല്ല, ഈ 4 സ്റ്റേജിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എന്തൊരു കമ്പനി പാസ് ചെയ്ത് പോകുന്നത്. ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആ കമ്പനി പാസ് ചെയ്ത് പോകുന്ന 4 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കുകയും ഇവിടെ പറയാൻ വേണ്ടി പോവാണ്. ഒരു കമ്പനി പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ ആ കമ്പനിക്ക് എന്താ അവസ്ഥ വന്നത്? സെയിൽസ് ഗ്രോത്ത് റേറ്റ് കുറവായിരുന്നു, മാർക്കറ്റ് ലിമിറ്റഡ് ആണ്, ഹൈ പ്രൈസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു PLCൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് അവസ്ഥ, ഗ്രോത്ത് സ്റ്റേജിൽ ആ കമ്പനി പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും, മെച്യൂരിറ്റി സ്റ്റേജിൽ എങ്ങനെയായിരിക്കും, ഡിക്ലൈൻ സ്റ്റേജിൽ എങ്ങനെയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ പറ, ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഗ്രോത്ത് റേറ്റ് കുറവാണ്, മാർക്കറ്റ് കുറവാണ്, ഹൈ പ്രൈസ് ആണ്. ആ ഒരു സിറ്റുവേഷൻ ആ കമ്പനി ഏത് സ്റ്റേജിലാണ് ഫേസ് ചെയ്യുക? ഒരു സംശയമില്ല, ക്വസ്റ്റ്യനകത്ത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യലി. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് അവർ ഇനീഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജാണ്? ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് അല്ലേ. നോക്കി, ഞാനൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് മാർക്കറ്റിലോട്ട് പോവാണ്. ആ മാർക്കറ്റിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? എനിക്ക് സെയിൽ ഉണ്ടാവുമോ? എനിക്ക് മാർക്കറ്റ് കിട്ടുമോ? എനിക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ പ്രൊഡക്റ്റ് ആർക്കും അറിയില്ല. എനിക്ക് സെയിൽ കുറവേക്കാനും മാർക്കറ്റ് കുറവേക്കാനും ഡിമാൻഡ് കുറവേക്കാനും പ്രൈസ് ഞാൻ കൂട്ടും. അപ്പോൾ ഇതാ പറഞ്ഞത്, അതൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? PLCയിലെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻ വെച്ചോക്കെ. ഹൗവർ ഓവർ എ ടൈം ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് എക്സ്പാൻഡ് റാപ്പിഡ്ലി. കുറച്ച് കഴിയുമ്പോൾ ഡിമാൻഡ് കൂടാൻ തുടങ്ങി, പെട്ടെന്ന് ഡിമാൻഡ് കൂടും. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേജാണ്? ഒരു കുട്ടി ജനിച്ചാൽ കുട്ടി പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരില്ലേ, അത് ഏത് സ്റ്റേജാണ്? ഗ്രോത്ത് സ്റ്റേജ് അല്ലേ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പാണ് അത്. PLCൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജ്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറക്കുന്നുണ്ട്, കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. അപ്പോൾ പ്രൈസ് കുറക്കുന്നുണ്ട്, കോമ്പറ്റീഷൻ ടൈറ്റ് ആവും, ഡിമാൻഡ് കൂടും. അത് ഏത് സ്റ്റേജ് അറിയോ? അതാണ് ഗ്രോത്ത് സ്റ്റേജ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജ് ആണ്, ഒന്നാമത്തെ സ്റ്റേജ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റൻ എന്താ? ഐഡൻറ്റിഫൈ ദ സ്റ്റേജസ് ഓഫ് PLC ദാറ്റ് കമ്പനി വെൻറ്റ് ത്രൂ. ആ കമ്പനി പാസ് ചെയ്ത് പോകുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വളരെ സിമ്പിൾ ക്വസ്റ്റൻ. ഏതൊക്കെ? ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആൻഡ് ഗ്രോത്ത് സ്റ്റേജ്. വളരെ സിമ്പിൾ. ഇതാണ് PLC. അപ്പോൾ നിങ്ങൾ ആദ്യം PLC എന്താണെന്ന് ഇത് കൊടുക്കുക. PLC is an shaped curve which exhibit the relationship among sales with respect of time, which a product which is passed through the 4 successive stages. First one, introduction stage, growth stage, maturity and decline. ഇനി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എങ്ങനെയായിരിക്കും, മെച്യൂരിറ്റിയിൽ എങ്ങനെയായിരിക്കും, ഗ്രോത്തിൽ എങ്ങനെയായിരിക്കും, ഡിക്ലൈൻ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രീഫാക്കി എഴുതി കൊടുക്കുക. നമുക്കതിന് ആൻസർ നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ എങ്ങനെയാണ് അവർ ആൻസർ കൊടുത്തത് നോക്കാം. ഓക്കെ, കണ്ടോ? ദ കമ്പനി വെൻറ്റ് ത്രൂ ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് കമ്പനി പാസ് ചെയ്ത് പോവുക? കണ്ടോ,
the company passed through the following stages of product life cycle. First one, introduction stage. കണ്ടോ, ഇനീഷ്യലി the company faced slow growth rate, അതുപോലെ ലിമിറ്റഡ് മാർക്കറ്റ് ആൻഡ് ഹൈ പ്രൈസ്, വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ഇതൊക്കെ എന്താണ്, ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ദിസ് സ്റ്റേജ് കോമ്പറ്റീഷൻ ഈസ് ആൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആൻഡ് കസ്റ്റമർ ഹാവ് ലിമിറ്റഡ് നോളജ് അബൌട്ട് ദ പ്രോഡക്റ്റ്. കസ്റ്റമർക്ക് ആർക്കും അറിയില്ല അവൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടാവില്ല, കാരണം ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, കുറച്ച് കണ്ട് കഴിയുമ്പോൾ അവൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ ഗ്രോത്ത് ചെയ്ത് വരില്ലേ, വളർന്നു കൊണ്ടുവരും. അതാണ് എന്ത്, ഗ്രോത്ത് സ്റ്റേജ്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ്, ഒരു ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഇസ് എക്സ്പാൻഡ് റാപ്പിഡ്ലി മീൻസ് പെട്ടെന്ന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ല പ്രൈസ് കുറയുന്നു, കോമ്പറ്റീഷൻ കൂടുന്നു. ദീസ് ആർ ദ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് ഗ്രോത്ത് സ്റ്റേജ് ഓഫ് PLC. ഇതൊരു PLCയുടെ ഗ്രോത്ത് സ്റ്റേജിൻ്റെ ഫീച്ചേഴ്സാണ്. ഇനി പറയുന്നു, ഇൻ ദിസ് സ്റ്റേജ് പ്രൊഡക്റ്റ് ഗെയിൻ മാർക്കറ്റ് അക്സെപ്റ്റൻസ്, കസ്റ്റമേഴ്സ് ബിക്കം മോർ അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ് ബെനിഫിറ്റ് ആൻഡ് ഷോ ഇൻട്രസ്റ്റ് ഇൻ പർച്ചേസിങ് ഇറ്റ്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ആ കമ്പനീൻ്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന സ്റ്റെപ്പ് ഏതാ, സ്റ്റേജ് ഏതാ, അത് ഗ്രോത്ത് സ്റ്റേജ് ആണ്. ഓക്കെ ആണോ? അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 9. നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് നോക്കി വെച്ച് നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10 വായിക്കും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങളുടെ സെയിം സ്റ്റഡി മെറ്റീരിയലിനകത്തുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റഡി മെറ്റീരിയലിൻ്റെ ബാക്കിനകത്ത് കൊടുത്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൈക്കിൾ പോർട്ടേഴ്സിൻ്റെ 5 ഫോഴ്സ് മോഡൽ പഠിച്ചു നമ്മളല്ലേ. ഏതൊക്കെ, ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസി, ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ്, അതുപോലെ റൈവൽറി ആൻഡ് ത്രെഡ് ഫ്രം സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ 5 എണ്ണത്തിൽ ഏത് മൈക്കിൾ പോർട്ടേഴ്സിൻ്റെ ഏത് 5 ഫോഴ്സ് മോഡൽ കാറ്റഗറിയിലാണ് ഈ ക്വസ്റ്റ്യൻ വരിക? ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വൈക്ക്. രാജീവ് ആര്യ, ഓണർ ഓഫ് എ ഇലക്ട്രിക്കൽ അപ്ലയൻസ് കമ്പനി സ്പെഷ്യലൈസിങ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് എ ഡൊമസ്റ്റിക് വാക്വം ക്ലീനർ. അപ്പോൾ ഒരു വാക്വം ക്ലീനർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ഒരു ഓണറാണ് ആര്, രാജീവ് ആര്യ. ഓക്കെ, ദ മാർക്കറ്റ് ഈസ് കോമ്പറ്റിറ്റീവ് വിത്ത് 4 other manufacturers offering similar product and achieving comparable sales volume. This line is very important. ക്വസ്റ്റ്യൻ ട്വിസ്റ്റഡ് ആക്കി ചോദിക്കുന്ന ലൈനാണ് ഈ കൊടുത്തുള്ളത്. ദിസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ദ മാർക്കറ്റ് ഈസ് കോമ്പറ്റീറ്റീവ്. ഇത് കോമ്പറ്റേറ്റീവ് അല്ലേ, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. ഇനി അത് മാത്രമാണോ, വിത്ത് എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, വിത്ത് 4 other manufacturers ഓഫറിങ് ദ സിമിലർ പ്രൊഡക്റ്റ്. ഞാൻ ഡൊമസ്റ്റിക് വാക്വം ക്ലീനർ വിൽക്കുന്നുണ്ടോ, അതേപോലത്തെ പ്രൊഡക്റ്റ് വിൽക്കുന്ന 4 കമ്പനി വേറെ ഉണ്ട്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് രാജീവ് ആര്യ അല്ലേ, ഇതാണ് രാജീവ് ആര്യൻ്റെ കമ്പനി, ഇതാണ് രാജീവ് ആര്യൻ്റെ കമ്പനി ഉണ്ട് ഇവിടെ. ഇതാണ് ഫസ്റ്റ്, ഇയാളൊന്ന് മാർക്കറ്റിലുണ്ട്. ഇനി ഇയാൾ വിൽക്കുന്ന എന്താണ്, ഡൊമസ്റ്റിക് വാക്വം ക്ലീനർ, DVC കൊടുത്തു, ഡൊമസ്റ്റിക് വാക്വം ക്ലീനർ. ഇനി ഡൊമസ്റ്റിക് വാക്വം ക്ലീനർ മാനുഫാക്ചർ ചെയ്യുന്ന രണ്ടാമത്തെ കമ്പനി വേറെ ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര കമ്പനി ഉണ്ട്? കോമ്പറ്റീറ്റേഴ്സ് മൊത്തം 4 ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോമ്പറ്റീറ്റർ അല്ലേ, ഇതാണ് സെക്കൻഡ് കോമ്പറ്റീറ്റർ, ഇതാണ് തേർഡ് കോമ്പറ്റീറ്റർ, ഇതാണ് ഫോർത്ത് കോമ്പറ്റീറ്റർ. അപ്പോൾ 4 ഡൊമസ്റ്റിക് വാക്വം ക്ലീനർ വിൽക്കുന്ന 4 കമ്പനി വേറെ ഉണ്ട്, അല്ലെ മാനുഫാക്ചർ ചെയ്യുന്ന വേറെ കമ്പനി 4 ഉണ്ട്. കൂടുതൽ രാജ്യം. അപ്പോൾ ടോട്ടൽ ആ ഇൻഡസ്ട്രിയിൽ എത്ര കമ്പനികളുണ്ട്? ടോട്ടൽ ആ ഇൻഡസ്ട്രിയിൽ മൊത്തം 5 കമ്പനികളുണ്ട് അല്ലേ. എൻ്റെ കമ്പനി കൂടാതെ 4 പേര് എന്ത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇനി ബേസാക്കി പറയുകയാണെങ്കിൽ രാജീവ് ആര്യ എന്ന് പറഞ്ഞ ആ ഓണറെ സംബന്ധിച്ചിടത്തോളം ഈ 4 കമ്പനികളും പുള്ളിക്കാരൻ്റെ ആരാണ്, കോമ്പറ്റീറ്റേഴ്സ് അല്ലേ. ഓക്കെ, ഇനി ഈ 4 കമ്പനി നമുക്ക് വേറെ പേര് വിളിക്കുക, എന്താണ്, റൈവൽസ് അല്ലേ, ശത്രുക്കളല്ലേ. ഇവർ എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ പോലും ഒരേ പ്രൊഡക്റ്റ് വിൽക്കുന്ന 2 കമ്പനി പരസ്പരം ശത്രുക്കളായിരിക്കും. അപ്പോൾ ഇവർ പരസ്പരം എന്താണ്, റൈവൽസ് ആണ്, ശത്രുക്കളാണ്. ഒരു സംശയമില്ല, ഇവർ പരസ്പരം എന്താണ്, റൈവൽസ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ വേണ്ടി, ഇനി ആ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണേ. ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും വായിക്കണം. വായിച്ചു നോക്കിയേ. അഡീഷണലി, അതിന് പുറമെ ദീസ് റൈവൽ ഫേംസ്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് തന്നെ അവർ മെൻഷൻ, ക്വസ്റ്റ്യൻ തന്നെ അവർ പറഞ്ഞു ഇത് റൈവൽ ഫേംസ് ആണെന്നുള്ളത്. ഓക്കെ ആണോ? ദീസ് റൈവൽ ഫേംസ് ഹോൾഡ് സെവറൽ പേറ്റൻറ്റ് റിലേറ്റഡ് ടു വാക്വം ക്ലീനർ ടെക്നോളജി. ഓക്കെ, ഇവരെല്ലാവരും ഒരുപാട് പാറ്റൻറ്റുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവർക്കൊക്കെ അത് മാനുഫാക്ചർ ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ട്, പാറ്റൻറ്റ് അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി പറയുന്നു ദ സപ്ലയർ ബേസ് ഫോർ ദ റോ മെറ്റീരിയൽ ഈസ് എക്സ്റ്റെൻസീവ് വിത്ത് മൾട്ടിപ്പിൾ സപ്ലൈസ് അവൈലബിൾ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കി, ദ സപ്ലയർ ബേസ് ഫോർ റോ മെറ്റീരിയൽ ഈസ് എക്സ്റ്റെൻസീവ് വിത്ത് മൾട്ടിപ്പിൾ സപ്ലൈസ് അവൈലബിൾ. ഒരുപാട് സപ്ലൈസ് അല്ലേ. നോക്കി, ഈ ഡൊമസ്റ്റിക് ക്ലീനർ, ഈ ഒരു പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക് വാക്വം ക്ലീനർ ഉണ്ടാക്കുന്ന ആ കമ്പനിയിലോട്ട് സാധനങ്ങൾ ഇറക്കി തരുന്ന സപ്ലയർ ഉണ്ടാവില്ലേ, ആ സപ്ലയർ, ഈ കമ്പനികളുടെ സപ്ലയർ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റെൻസീവ്. അപ്പോൾ ഒരുപാട് സപ്ലൈസ് അവൈലബിൾ ആണ് അല്ലേ, വിത്ത് മൾട്ടിപ്പിൾ സപ്ലൈസ് അവൈലബിൾ. അപ്പോൾ ഈ വാക്വം ക്ലീനർ ഉണ്ടാക്കി കൊടുക്കുന്ന, ഈ വാക്വം ക്ലീനർ ഉണ്ടാക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽ എനിക്ക് സപ്ലയർ കയ്യിൽ നിന്ന് വാങ്ങണം. ഒരുപാട് സപ്ലയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്തിനാണ് ആ ലൈനോട് കൊടുത്തത്? അപ്പോൾ സപ്ലയർ മുഖേന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ അറിയോ, ഒരുപാട് സപ്ലയർ ഉണ്ട്, മൾട്ടിപ്പിൾ സപ്ലയർ ഉണ്ട്, ഒരുപാട്. അപ്പോൾ ഒരു സപ്ലയർ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുള്ളിക്കാരനെ പറഞ്ഞു വിടാം, മറ്റു സപ്ലയർ എന്ത് ചെയ്യാം, കൊണ്ടുവരാം.
ഇവിടെ ഒരിക്കലും എന്ത് ഇഷ്യൂ ആവില്ല, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞ ഇഷ്യൂ വരൂല. അത് വരൂല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈൻ അവിടെ കൊടുത്തുള്ളത്. ഒരു മാർക്കറ്റിൽ ഒരുപാട് സപ്ലൈസ് ഉണ്ട് അല്ലേ എന്ന് പറയാൻ കാരണം എന്താ, സപ്ലയർ മുഖേന ഒരു പ്രശ്നം അവിടെ വരൂല. സപ്ലയർ ആണ് പ്രശ്നമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സപ്ലയറെ പിടിച്ച് പുറത്താക്കാൻ പറ്റും. അപ്പോൾ ഒരു ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ് വരൂല. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുകയാണ് ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സ് ഫ്രം പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് ദാറ്റ് ആർ റെലവൻറ്റ് ടു രാജീവ് ആര്യാസ് കമ്പനി. ഈ ഒരു സിറ്റുവേഷനിൽ രാജീവ് ആര്യയുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മൈക്കൽ പോർട്ടേഴ്സിൻ്റെ 5 ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഫോഴ്സാണ് രാജീവ് ആര്യയെ ബാധിക്കുക? ഈ ക്വസ്റ്റ്യനകത്ത് അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഈ ക്വസ്റ്റ്യനകത്ത് അവർ 2 ക്വസ്റ്റ്യനകത്ത് ആരെയാണോ പരാമർശിച്ചിട്ടുള്ളത് അതിനെ മാത്രമേ ബാധിക്കുള്ളൂ. ക്വസ്റ്റ്യനകത്ത് 2 5 ഫോഴ്സ് അല്ലേ പറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെയാണ്? ഒന്ന് റൈവൽറി, 2 സപ്ലൈസ് അല്ലേ, സപ്ലൈസ്. ഇത് 2 എണ്ണം മാത്രമേ ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞിട്ടുള്ളൂ. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണെന്നുള്ള ഒരു സംശയമില്ല. കാരണം എന്താ, സപ്ലൈസിനെ പറ്റി ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സബ്സ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ന്യൂ എൻട്രൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒന്ന് റൈവൽറിയെ കുറിച്ചിട്ടും ഒന്ന് സപ്ലൈസിനെ കുറിച്ചിട്ടും. അങ്ങനെയെങ്കിൽ ഒരു സെൻറ്റൻസ് അവർ കൊടുത്തിട്ടുണ്ട്, എന്താ, സപ്ലൈസ് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താ, അവിടെ മൾട്ടിപ്പിൾ സപ്ലൈസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്തേ വരുള്ളൂ, രാജീവ് ആര്യ എന്ന് പറഞ്ഞ ആ ഓണർ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റൈവൽറിയാണ്. കാരണം എന്താ, ഇവിടെ കറക്റ്റായിട്ട് ടെക്സ്റ്റ് ആ ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട്, എന്താ അറിയോ, ദ മാർക്കറ്റ് ഈസ് കോമ്പറ്റീറ്റീവ്. ഇവിടെ മാർക്കറ്റിനകത്ത് എന്തുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ശത്രുത കൂടും അല്ലേ, അവിടെ മാർക്കറ്റ് കൂടും, അവിടെ എക്സ്പാൻഡ് ചെയ്യും, സെയിൽസ് കൂടും. അപ്പോൾ അവർ പരസ്പരം ശത്രുത കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വിത്ത് 4 അതർ മാനുഫാക്ചേഴ്സ് ഓഫറിങ് ദ സിമിലർ പ്രൊഡക്റ്റ്. ഞാൻ വിൽക്കുന്ന അതേ പ്രൊഡക്റ്റ് വിൽക്കുന്ന 4 മാനുഫാക്ചേഴ്സ് തൊട്ടപ്പുറത്തുണ്ട്. അത് അച്ചീവിങ് കമ്പാരബിൾ സെയിൽസ് വോളിയം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സെയിൽസ് വോളിയമാണ്. എല്ലാവർക്കും ഏകദേശം ഒരേപോലെ സെയിൽസാണ് കിട്ടുന്നത്. എന്തിനാ അങ്ങനെ പറയാൻ കാരണം, എല്ലാവർക്കും ഏകദേശം ഒരേപോലെ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ശത്രുത കൂടും. അതാ പറഞ്ഞത് 4 സപ്ലൈസ് 4 റൈവൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ രാജീവ് ആര്യ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇഷ്യൂ എന്താണ്, റൈവൽറി. ഓക്കെ ആണോ? ഇതിൻ്റെ ആൻസർ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 10 അത് പറയുന്നത്? ആൻസർ വെച്ച് നോക്കിയേ. കണ്ടോ, ദ കോമ്പറ്റീറ്റീവ് റൈവൽറി വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സ് ഇൻ കേസ് ഓഫ് ദ രാജീവ് ആര്യ ആസ് ഓൾ റൈവൽ ആർ സ്മാളർ സിമിലർ സൈസ് ആൻഡ് ആർ മാനുഫാക്ചറിങ് സിമിലർ പ്രൊഡക്റ്റ് അല്ലേ. 4 റൈവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 പേരും സെയിമാണ്, സിമിലറാണ്. ഈ 4 പേരും ഒരേപോലത്തെ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പരസ്പരം കോമ്പറ്റീഷൻ ഉണ്ടാകും, ഇവർ പരസ്പരം ശത്രുത കൂടുന്നു പറയാൻ കാരണം. ഇനി പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എനി സിംഗിൾ മാനുഫാക്ചർ ടു ഡൊമിനേറ്റ് ദ മാർക്കറ്റ്. അപ്പോൾ മൊത്തം എക്സ്ട്രാ 4 പേരുണ്ട്, അതിന് പുറമെ ഞാനുണ്ട്. അപ്പോൾ ടോട്ടൽ 5 പേരുണ്ട്. ഈ 5 പേരുണ്ടാകുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഡൊമിനേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ മറികടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യം തന്നെയാണ് അല്ലേ. ലാർജ് നമ്പർ ഓഫ് പേറ്റൻറ്റ് വിൽ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ എ ന്യൂ എൻട്രൻസ് ടു ബ്രേക്ക് ഇൻ ടു ദ മാർക്കറ്റ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും പാറ്റൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ലൈൻ കൊടുക്കാൻ കാരണം എന്താ, ഇനി പുതിയ ഒരാൾ വരില്ല, കാരണം എന്താ, അവന് പാറ്റൻറ്റ് കിട്ടൂല. ഓക്കെ ആണോ? ഇനി പറയുന്നത് ഫർദർ, ആസ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് സ്മോൾ സപ്ലൈസ് ദ പവർ ദാറ്റ് സപ്ലൈസ് കാൻ എക്സേർട്ട് വിൽ ആൾസോ ബി ലോ. ഒരുപാട് സപ്ലൈസ് ഉണ്ട് അവിടെ. ആ ഒരു ലൈൻ കൊടുക്കാൻ കാരണം എന്താ, സപ്ലൈസ് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ സപ്ലൈസ് മുഖേന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇനി പറയുകയാണ്, ദർ ഇസ് നോ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ബാർഗെയിനിങ് പവർ ഓഫ് കസ്റ്റമേഴ്സ്. ഈ ക്വസ്റ്റ്യനകത്ത് അവർ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടോ ബാർഗെയിനിങ് പവർ ഓഫ് കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടോ ഒരു ഇൻഫർമേഷനും പറഞ്ഞിട്ടില്ല. ഇൻ ദ ഇൻഫർമേഷൻ ഗീവൻ ഇൻ ദ സിനാരിയോ, ഈ സിനാരിയോക്ക് അത് അവർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഹൗവർ എ ഡൊമസ്റ്റിക് വാക്യൂം ക്ലീനർ വിൽ ഡയറക്ട്ലി കോമ്പീറ്റ് വിത്ത് അതർ ഓപ്ഷൻ സച്ച് ആസ് ഹൗസ് മെയ്ഡ് അല്ലേ. ഡൊമസ്റ്റിക് വാക്യൂം ക്ലീനർ വേറെ പലതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമെങ്കിൽ പോലും അവർ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടോ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടോ ഒന്നും അവിടെ ഇൻഫർമേഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദ അവൈലബിലിറ്റി ഓഫ് ഹൗസ് മെയ്ഡ് അറ്റ് ലോ കോസ്റ്റ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഡിസ്റ്റർബ് ദ സെയിൽസ് പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഫർദർ ആസ് എ പ്രൊഡക്റ്റ് ആർ സിമിലർ കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി ഷിഫ്റ്റ് ഫ്രം വൺ കമ്പനി ടു അനദർ കമ്പനി. ദിസ് വിൽ ഓൺലി എൻഹാൻസ് ദ കോമ്പറ്റീറ്റീവ് റൈവൽറി. അതാ പറഞ്ഞത്, ഏതൊരു കസ്റ്റമർ വന്നാലും ഈ 5 ഷോപ്പിൽ ഏത് ഷോപ്പിൽ വേണമെങ്കിലും പോവാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, പരസ്പരം ശത്രുത കൂടാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. അപ്പോൾ ഇത് ഏതാ ആൻസർ എന്താ വരിക, റൈവൽറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നമ്പർ 2 വരുന്ന 2 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം സെപ്റ്റംബർ 22 എക്സാമിന് അവർ ചോദിച്ചത് ഒന്ന് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യനും രണ്ടാമത് റൈവൽറി അകത്തുനിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ,
നമുക്കിനി ചാപ്റ്റർ നമ്പർ 3. ചാപ്റ്റർ നമ്പർ 3ൻ്റെ പേരെന്താ? സ്ട്രാറ്റജിക് അനാലിസിസ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഈ ചാപ്റ്റർ നമ്പർ 3കകത്താണ് മൈക്കിൾ പോർട്ടറുടെ സ്ട്രാറ്റജികൾ അല്ലേ, ഏതൊക്കെ? ജനറിക് സ്ട്രാറ്റജി. എന്താ ജനറിക് സ്ട്രാറ്റജി? മീൻസ് ജനറൽ സ്ട്രാറ്റജി, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി. ഒന്ന് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി, ഫോക്കസ് സ്ട്രാറ്റജി അല്ലേ. ഈ 3 സ്ട്രാറ്റജികളും ഇവിടെയാണ് പറയുന്നത്. ഈ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സാധനം പ്രൊഡ്യൂസ് ചെയ്യുക, വില കുറച്ച് വിൽക്കുക. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി മീൻസ് പ്രീമിയം, വില കൂട്ടി വിൽക്കുക അല്ലെ, വില കൂട്ടി, ക്വാളിറ്റി കൂട്ടി, ബ്രാൻഡ് കൂട്ടി, വില കൂട്ടി വിൽക്കുക. ഫോക്കസ് മീൻസ് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമറെ മാത്രം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ മാത്രം എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യുക. ഫോക്കസ് സ്ട്രാറ്റജി സെക്കൻഡ് ഡിവൈഡ് ഇൻറ്റു ഫോക്കസ്ഡ് കോസ്റ്റ് ഉണ്ട്, ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ മീൻസ് ഒരു ലിമിറ്റഡ് ടാർഗറ്റ് മാർക്കറ്റിൽ, നാരോ മാർക്കറ്റിൽ, നീഷ് മാർക്കറ്റിൽ വില കൂട്ടി വിൽക്കുക, അതാണ് ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ. ടാർഗറ്റ് മാർക്കറ്റിൽ റിലേറ്റീവ്ലി ലോ പ്രൈസിൽ വിൽക്കുക, അതാണ് എന്ത്? ഫോക്കസ്ഡ് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു ബേസ് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് നോക്കാം ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾക്കൊരു ട്രിക്ക് പറയാം. ഇത് ഒരുപാട് വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെറുതെ വായിച്ചു നോക്കി, വെറുതെ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഇൻസ്പൈറ്റ് ഓഫ് ഹൈലി കമോഡിറ്റി ഇൻഫ്ലേഷൻ, ഷോർട്ടേജ് ഓഫ് കോമ്പണൻറ്റ് ആൻഡ് ദ threat of third wave of COVID-19 pandemic in India, manufacturers of packaged goods, home appliance and consumer electronics are expecting the business to grow by 12 to 25% in the coming month. അതായത് കൊറോണ വന്ന് അതിൻ്റെ ഇമ്പാക്റ്റ് കാരണത്താൽ, ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റ് കാരണത്താൽ ഈ വരുന്ന ഹോം അപ്ലയൻസിൻ്റെയും അതുപോലെ തന്നെ പാക്കേജ്ഡ് ഗുഡ്സിൻ്റെയും കൺസ്യൂമർ ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടി. എത്ര കൂടി? എക്സ്പെക്റ്റിംഗ് ദ ബിസിനസ് ടു ഗ്രോ. അവർ എത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? 12 to 15% ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പറയുകയാണ് ആഫ്റ്റർ 1.5 years ഓഫ് ഡിസ്റപ്ഷൻ, മാനുഫാക്ചേഴ്സ് ആർ നൗ കോൺഫിഡൻറ്റ്. അല്ലെ, കൊറോണ വന്ന് 1.5 വർഷം അവർ തടസ്സപ്പെട്ടു. അതിനുശേഷം മാനുഫാക്ചേഴ്സ് ആർ നൗ കോൺഫിഡൻറ്റ്. എല്ലാ മാനുഫാക്ചേഴ്സും ഇപ്പോൾ കോൺഫിഡൻ്റ് ആണ്. എന്തിന്? അബൌട്ട് മാനേജിങ് ദെയർ ഇൻവെൻട്രീസ് ബെറ്റർ. അവരുടെ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും, കീപ്പിംഗ് ദെയർ സപ്ലൈ ചാനൽ വെൽ സ്റ്റോക്ക്ഡ് ആൻഡ് പ്രിപ്പയറിംഗ് ദംസെൽഫ് ടു മിനിമൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് COVID-19 റിലേറ്റഡ് റെസ്ട്രിക്ഷൻസ് ഈവൻ ആസ് ദേ ഗിയർ അപ്പ് ഫോർ ദ ഫെസ്റ്റീവ് സീസൺ വിച്ച് യൂഷ്വലി അക്കൗണ്ട് ഫോർ 25 to 35% ഓഫ് ദർ ഇയർലി സെയിൽസ്. അപ്പോൾ 1.5 വർഷം കൊറോണ വന്ന് കൊണ്ടുപോയില്ലേ. അതിനുശേഷം എല്ലാ മാനുഫാക്ചേഴ്സും ഇപ്പോൾ എന്ത് മനസ്സിലായി? അവരവരുടെ സ്റ്റോക്കുകൾ പ്രോപ്പറായിട്ട് വെക്കാൻ തീരുമാനിച്ചു. അവർ COVID-19 എല്ലാ റെസ്ട്രിക്ഷൻസൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, ഇനി പറയുകയാണ് ദ ഹോം അപ്ലയൻസ് സെക്ടർ കുഡ് ബി ആൻ എക്സാമ്പിൾ. ഓക്കെ, ആഫ്റ്റർ എ ഡിസ്മൽ ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടർ ഇൻ ദ ഇയർ 21, producers of air conditioner, refrigerator and washing machine are expecting their business to grow by 15 to 20% in the months to come. അവർ ഈ പറയുന്ന ഫ്രിഡ്ജ് കമ്പനികൾ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കമ്പനി, അവരൊക്കെ 15 മുതൽ 20% ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, all the companies operating in the sector have geared up to the grab the opportunity available in the market. ഇനി പറയുകയാണ് എ ലീഡിംഗ് കമ്പനി ഇൻ ഹോം അപ്ലയൻസ് ഡൊമൈൻ XSP India ഈസ് പ്ലാനിങ് ടു ലോഞ്ച്. ഒരു ലീഡിംഗ് ഹോം അപ്ലയൻസിൻ്റെ ഒരു വലിയൊരു ബിഗ് കമ്പനി, ലീഡിംഗ് കമ്പനിയാണെന്ത്? XSP India. XSP മീൻസ് ആ കമ്പനിൻ്റെ പേരാണ്. ഓക്കെ, അവർ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചറിയോ? ദേ പ്ലാനിങ് ടു ലോഞ്ച് വേരിയസ് ഇന്നവേറ്റീവ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു? ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്നവേറ്റീവ് പ്രൊഡക്റ്റ് ഡിസൈൻ ഓഫർ എ ലോയൽറ്റി പ്രോഗ്രാംസ് ടു ലോവർ കസ്റ്റമർ. അപ്പോൾ നല്ല കസ്റ്റമേഴ്സിന് അവരൊരു ഇന്നവേറ്റീവ് യുണീക്കായ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻസൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ വിത്ത് റെഫറൻസ് ടു ദ മൈക്കിൾ പോർട്ടേഴ്സ് ജനറിക് സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ വിച്ച് സ്ട്രാറ്റജി XSP India ഹാസ് പ്ലാനർ ഫോർ. ഇവിടെ XSP India എന്ന് പറഞ്ഞ കമ്പനി ഏത് സ്ട്രാറ്റജിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ഹൗ ദിസ് സ്ട്രാറ്റജി വിൽ ബി അഡ്വാൻറ്റേജ് ടു ദ കമ്പനി ടു റിമെയിൻ അൺപ്രോഫിറ്റബിൾ. എങ്ങനെയാണ് ആ സ്ട്രാറ്റജി കമ്പനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, XSP India എന്ന് പറഞ്ഞ ആ കമ്പനി ഏത് സ്ട്രാറ്റജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് മാത്രമല്ല അവരിവിടെ ചോദിച്ചിട്ടുള്ളത്. XSP India എന്ന് പറഞ്ഞ കമ്പനി ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അത് ഏത് ലൈനിലാണ് പരാമർശിക്കുന്നത്? കണ്ടോ, ഈ ഒരു ലൈനിൽ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വെറുതെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റിമറിക്കുന്ന ഏരിയസാണത്. ഇത്ര ഉള്ളത് നോക്കി. ഞാൻ പറഞ്ഞു, ഒരു കമ്പനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഞാൻ പറയുന്ന വേർഡ്സ് പ്രീമിയം അല്ലെങ്കിൽ യുണീക്ക് അല്ലെങ്കിൽ ഇന്നവേഷൻ അല്ലെങ്കിൽ ബ്രാൻഡിങ്,
ഇങ്ങനത്തെ എന്തെങ്കിലും കീവേഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുക? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താ, XSP ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇന്നവേറ്റീവ് പ്രൊഡക്റ്റ് അല്ല ഡിസൈൻ, ഇന്നവേറ്റീവായ സംതിങ് യുണീക്ക്നെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഡിസൈനാണ് അവർ ഉണ്ടാക്കുന്നത്. സംതിങ് വിച്ച് മീൻസ് വാട്ട്, ആ കമ്പനി പ്രീമിയം പ്രൈസ് ചാർജ് ചെയ്ത് നല്ല ക്വാളിറ്റി നല്ല ഫീച്ചറിൽ ഇന്നവേഷൻ കൊണ്ടുവന്ന് യുണീക്കായ ഫീച്ചറാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്യുക, ഒരു സംശയമല്ല. ഇനി അതിൻ്റെ ആൻസർ നോക്കി നിങ്ങൾ, ആൻസർ വാരി വലിച്ചു കൊടുത്തിട്ടുണ്ടാവും, ബട്ട് നമുക്ക് എന്താ അതിൻ്റെ ആൻസർ നോക്കാം. കണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 11. According to Michael Porter, there are 3 strategies. First one, cost leadership strategy, differentiation and focus strategy. XSP India planned for a differentiation strategy. Company differentiation strategy ആണ് ഫോക്കസ് ചെയ്യുന്നത്. The company is planning to launch various innovative product design and offer a loyalty programs to lower customer. Differentiation should be pursued only after a careful study of buyers' need and preference to determine the feasibility of incorporating one or more differentiating feature into the unique product. അപ്പോൾ ഈ യുണീക്ക് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഫീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സ്ട്രാറ്റജി ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഓപ്റ്റ് ചെയ്യുന്ന കാരണത്താൽ എ സക്സസ്ഫുൾ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി അലോ ഫേം ടു ചാർജ് ഹൈ പ്രൈസ് ഫോർ ഹിസ് പ്രൊഡക്റ്റ്. ഹൈ പ്രൈസ് എന്ത് ചെയ്യാം? ചാർജ് ചെയ്യാം. ഓക്കെ ആണോ? ഇനി പറയുന്നു അഡ്വാൻറ്റേജ് ഓഫ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിൻ്റെ അഡ്വാൻറ്റേജ് ആവട്ടെ, കോസ്റ്റ് ലീഡർഷിപ്പിൻ്റെ ആവട്ടെ, അഡ്വാൻറ്റേജ് വളരെ സിമ്പിളാണ്. മൈക്കൽ പോർട്ടേഴ്സിൻ്റെ 5 Fours മോഡലാണ് നമ്മൾ അഡ്വാൻറ്റേജ് ഹെഡിങ് ആയി കൊടുത്തുള്ളത്. എന്തൊക്കെ അഡ്വാൻറ്റേജ്? റൈവൽറി. ഇനി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ XSPൻ്റെ ഓണറായി വിചാരിക്കുക, എൻ്റെ കമ്പനി XSPക്ക് ഞാൻ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഓപ്റ്റ് ചെയ്യുന്നത് മുഖേന എന്തൊക്കെ അഡ്വാൻറ്റേജ് കിട്ടും? റൈവൽറി, ശത്രുക്കളിൽ നിന്ന് എനിക്ക് അഡ്വാൻറ്റേജ് കിട്ടും അല്ലേ? എന്തുകൊണ്ടാണ്? എൻ്റെ ബ്രാൻഡാണ്, ശത്രുക്കൾ ആരും എൻ്റെ ഷോപ്പ് ഓപ്പൺ ആക്കൂല. പിന്നെ പറയുകയാണ് ബയേഴ്സ് ഒരിക്കലും വന്ന് പേകൂല, അവർ നെഗോസിയേഷൻ ചെയ്യൂല. ഓക്കെ. പിന്നെ സപ്ലൈസ് എത്ര വില കൂട്ടിയാലും ഞാൻ എന്ത് ചെയ്യും? വില കൂട്ടും. കാരണം അത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ അവർ റെഡിയാണ്. പിന്നെ എൻട്രൻസ്, ഒരിക്കലും പുതിയൊരാൾ, ഞാൻ ബ്രാൻഡിലാണ് ഒക്കെ ചെയ്യുന്നത്, അതേപോലെ എന്നെ മറികടക്കാൻ വേണ്ടി പുതിയൊരു ബിസിനസ്മാൻ ഞാൻ ചെയ്യുന്നത് പോലെ വന്ന് അവൻ ചെയ്യൂല, എക്സ്പെൻസ് കൂടുതലായി കയറും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ആപ്പിളിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? ഇല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് വന്നാൽ തന്നെ അത് എന്ത് ചെയ്യില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാൻ റീപ്ലേസ് ദ ഡിഫറൻസിയേഷൻ പ്രൊഡക്റ്റ് വിത്ത് ഹൈ ബ്രാൻഡ് വാല്യൂ ആൻഡ് എൻജോയ് കസ്റ്റമർ ലോയൽറ്റി. കസ്റ്റമർ ലോയൽറ്റി കൂടുതലാണ്, അതേപോലെ തന്നെ ഹൈ ബ്രാൻഡ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ആരെ അഫക്റ്റ് ചെയ്യില്ല, ഒരു പ്രീമിയം പ്രൊഡക്റ്റിനെ അഫക്റ്റ് ചെയ്യില്ല. അതാ പറഞ്ഞത് അല്ലേ. ഈ പറയുന്ന റൈവൽറിക്കകത്തുനിന്ന് ഒരു ബയേഴ്സ്, എന്താ റൈവൽറി? ശത്രുക്കൾക്ക് നോക്കി എൻ്റെ ബ്രാൻഡ്, ആ ബ്രാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഒരു ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്. ആ ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് അതെന്താണ്? ഇറ്റ്സ് എ സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ എനിക്കൊരു സേഫ്റ്റിയാണ് ഇത് ബ്രാൻഡ്. ഈ ബ്രാൻഡ് ഷോപ്പിൻ്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും ഒരു ഷോപ്പ് ഓപ്പൺ ആക്കോ? ഇല്ല. ഇപ്പോൾ മറ്റുള്ള വിവോ, ഓപ്പോ, അതുപോലെ റെഡ്മി, റിയൽമി, ലെനോവോ, നോക്കിയ, ഈ കമ്പനിക്ക് ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയോട് അസൂയൻ്റെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതാ പറഞ്ഞത്, അസൂയ ഉണ്ടാവില്ല, റൈവൽറി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ബയേഴ്സ് എന്ത് ചെയ്യില്ല, ദേ ഡു നോട്ട് നെഗോഷിയേറ്റ് ഫോർ ദ പ്രൈസ്. ഇതൊന്ന് വില കുറച്ച് തരുമോ എന്ന് ആരും ചോദിക്കില്ല, ബയേഴ്സ് ചോദിക്കില്ല. കാരണം എന്താ? ഞാൻ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്, പ്രീമിയം പ്രൈസ് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരിക്കലും എന്ത് ചെയ്യില്ല, നെഗോസിയേഷൻ ചെയ്യില്ല. പിന്നെ സപ്ലൈസ്, ബിക്കോസ് ഓഫ് ഡിഫറൻസിയേഷൻ ചാർജിങ് എ പ്രീമിയം പ്രൈസ് ദേ ക്യാൻ അഫോർഡ് ടു അബ്സോർവ് ഹൈ കോസ്റ്റ്. അവർ മീൻസ് സപ്ലൈസ് ഹൈ കോസ്റ്റ് ചാർജ് ചെയ്താൽ വരെ ഞാൻ എന്ത് ചെയ്യും, എക്സ്ട്രാ പൈസ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. കാരണം എന്താ? അവർ ഓൾറെഡി ഹൈ പ്രൈസിലാണ് സാധനം വാങ്ങുന്നത്. അപ്പോൾ എക്സ്ട്രാ അവരുടെ കയ്യിൽ നിന്ന് എത്ര ചാർജ് ചെയ്താലും അവരെന്ത് ചെയ്യും, വാങ്ങും. ഓക്കെ. പിന്നെ എൻട്രൻസ്, ഇന്നവേറ്റീവ് ഫീച്ചേഴ്സാണ് ഞാൻ കൊടുക്കുന്നത്. അതിൽ പുതിയ വരുന്ന ഒരു ന്യൂ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇതാണ് നിങ്ങൾക്ക് ചാപ്റ്റർ നമ്പർ എത്രാം ചാപ്റ്റർ 3rd ചാപ്റ്ററിനകത്തുനിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിയേ. ഇത് മെൻഡിലോസ് മെട്രിക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഏരിയ ഉണ്ട്. അത് പുതിയ സിലബസിനകത്തോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ് മെൻഡിലോസ് മെട്രിക്സ് മീൻസ് ഒരു കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവില്ലേ, ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അനാലിസിസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണെന്ത് മെൻഡിലോസ് മെട്രിക്സ്. ഇവിടെ പറയാണ്, ഹൗ ക്യാൻ മെൻഡിലോസ് മെട്രിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ആൻഡ് മാനേജ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എഫക്റ്റീവ്ലി. വിച്ച് മീൻസ് മെൻഡിലോസ് മെട്രിക്സ് പ്രകാരം എങ്ങനെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രീഫാക്കി പറഞ്ഞുതരാം. ഈ മെൻഡിലോസ് മെട്രിക്സ് മീൻസ് ഒരു കമ്പനിയിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവില്ലേ. ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ളത്? എംപ്ലോയീസ്, ബാങ്ക്, അതുപോലെ തന്നെ ഗവൺമെൻറ്, സപ്ലൈസ്, ഷെയർ ഹോൾഡേഴ്സ്, ഇവരൊക്കെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ആർക്ക് കമ്പനിയുടെ സ്റ്റേക്ക് ഉണ്ടോ താല്പര്യമുണ്ട്, ഇവരൊക്കെ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്പനീൻ്റെ സിഇഒനെയും ഒരു കമ്പനീൻ്റെ സെക്യൂരിറ്റിക്കാരനെയും ആ കമ്പനി ഒരേപോലെ ട്രീറ്റ് ചെയ്യുക? യെസ് ഓർ നോ? ഒരിക്കലും അല്ല. കമ്പനി എന്താണ്,
ഡിഫറൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഒരു കമ്പനീൻ്റെ സിഇഒക്ക് കൊടുക്കുന്ന ഒരു പരിഗണന ആർക്ക് കൊടുക്കൂല? സെക്യൂരിറ്റിക്കാരന് കൊടുക്കൂല. ഇത് രണ്ടും കമ്പനി ആരാണ്? സ്റ്റേക്ക് ഹോൾഡർ അല്ലേ? അതെ, സ്റ്റേക്ക് ഹോൾഡറാണ്. അപ്പോൾ ഒരു കമ്പനി എങ്ങനെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പരിഗണിക്കുക? നമുക്കറിയാം, ഒരു കമ്പനി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുക? ആ ഒരു മെട്രിക്സ് ആണ് മെൻഡിലോസ് മെട്രിക്സ് പ്രകാരം ഒരു കമ്പനി 2 ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുക. ഫസ്റ്റ് വൺ, പവർ. എന്താ പവർ എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനീൻ്റെ സ്ട്രാറ്റജിയിൽ ആർക്കെങ്കിലും മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടോ? ആർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ കമ്പനി സ്ട്രാറ്റജി. ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിയിൽ ആർക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? അതാണ് എന്ത് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്താ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം. ഒരാൾ ഒരു കമ്പനിയിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ, താല്പര്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസിന് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? ബാങ്കിനോ ഇൻട്രസ്റ്റ് കുറവേക്കാരം. അതാ പറഞ്ഞത് ഹൗ ദേ വെയർ ഇൻട്രസ്റ്റഡ് ടു ദ കമ്പനി. ഒരു കമ്പനിയിൽ അവർ എത്രത്തോളം താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് ആണ്. അതാണ് ഇൻട്രസ്റ്റ്. ഈ 2 ഫാക്ടേഴ്സിൻ്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹൈ പവർ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ്. രണ്ടും എന്താണ്? കൂടുതലേക്കാരം. പവറും കൂടുതലാണ്, ഇൻട്രസ്റ്റും കൂടുതലാണ്. ഓക്കെ, ഇനി തേർഡ് വൺ ഹൈ പവർ കൂടുതലാണ്, ബട്ട് എന്ത് കുറവാണ്? ലോ ഇൻട്രസ്റ്റ് എന്തേക്കാരം? കുറവേക്കാരം. ഓക്കെ, ഇനി തേർഡ് കാറ്റഗറിയാണ് ലോ പവർ കൂടുതലാണ്, പവർ കുറവാണ്, ബട്ട് എന്ത് കൂടുതലാണ്? ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇനി തേർഡ് വൺ ലോ പവർ ആൻഡ് ലോ ഇൻട്രസ്റ്റ്. രണ്ടും എന്താണ്? കുറവാണ്. ഇതാണ് എന്ത് മെൻഡിലോസ് മെട്രിക്സ് പ്രകാരം 4 കാറ്റഗറി. ഫസ്റ്റ് വൺ ഹൈ പവർ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ്, സെക്കൻഡ് വൺ ഹൈ പവർ ആൻഡ് ലോ ഇൻട്രസ്റ്റ്, ലോ പവർ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ്, തേർഡ് വൺ ലോ പവർ ആൻഡ് ലോ ഇൻട്രസ്റ്റ്. ഇനി നമുക്കിത് 1 by 1 ആയി നോക്കാം. നിങ്ങൾ ആലോചിക്കുക, രണ്ടും പവറും കൂടുതലാണ്, ഇൻട്രസ്റ്റും കൂടുതൽ. ആർക്കായിരിക്കും? ഒരു കമ്പനിയുടെ സിഇഒ, ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഒരു കമ്പനിയുടെ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഇവർക്കല്ല. പവറും കൂടുതലാണ്, ഇൻട്രസ്റ്റും കൂടുതലാണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ പവർ കൂടുതലാണ്, ബട്ട് എന്ത് കുറവാണ്? ഇൻട്രസ്റ്റ് കുറവാണ്. പവർ കൂടുതലാണ്, ഇൻട്രസ്റ്റ് കുറവാണ്. ഫോർ എക്സാമ്പിൾ, ബാങ്ക്, ഗവൺമെൻറ്, ഇവർക്കാണ് പവർ കൂടുതൽ, ബട്ട് ഇവർക്ക് എന്ത് കുറവാണ്? ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് ആഗ്രഹിക്കുമോ ഈ കമ്പനി ഒരുപാട് കാലം മുന്നോട്ട് പോകണം എന്നുള്ളത്? ഒരു ഗവൺമെൻറ് ആഗ്രഹിക്കില്ല. ഞങ്ങൾക്ക് കറക്റ്റ് എന്ത് കിട്ടിയാൽ മതി? ടാക്സ് കിട്ടിയാൽ മതി. ഏതെങ്കിലും ബാങ്ക് ആഗ്രഹിക്കുമോ ഈ കമ്പനി ഒരുപാട് കാലം മുന്നോട്ട് പോകണം എന്നുള്ളത്? ഒരു ബാങ്കും ആഗ്രഹിക്കില്ല. ബാങ്ക് ഈ കമ്പനി ഞങ്ങളെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാകും, അത് തിരിച്ചടച്ചിട്ടേ പോരെ മതി. അതാ പറഞ്ഞത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് മെൻഡിലോസ് മെട്രിക്സ് പ്രകാരം കാറ്റഗറൈസേഷൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ പറയുകയാണ്, Mendel's metrics can be used effectively to analyze and manage the stakeholders through grid-based approach by following steps. First step എന്തറിയോ? ഐഡൻറ്റിഫൈ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? ആ കമ്പനിയിൽ ആരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് അസസ് ദ പവർ ആൻഡ് ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, പവറിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും ബേസിലാണ് എന്ത് ചെയ്യുക? അസസ് ചെയ്യുക. ഇനി പറയാണ് വാട്ട് ഈസ് മീൻ ബൈ പവർ. പവർ മീൻസ് ഒരു കമ്പനീൻ്റെ സ്ട്രാറ്റജിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റുന്നത് അതൊക്കെ പവറാണ് അല്ലേ? നോക്കി, പവർ ക്യാൻ ബി അസസ്ഡ് ബേസ്ഡ് ഓൺ ദ ഫാക്ടേഴ്സ് സച്ച് ആസ് അതോറിറ്റി, റിസോഴ്സ്, എക്സ്പെർട്ടേഴ്സ്. ആർക്കാണ് അവിടെ അതോറിറ്റി ഉള്ളത്? ആർക്കാണ് അവിടെ എക്സ്പെർട്ടേഴ്സ് ഉള്ളത്? ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്? ഇതാണ് എന്ത് പവർ എന്ന് പറഞ്ഞാൽ. പവർ മീൻസ് വാട്ട്? എക്സ്പെർട്ടേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റി. അപ്പോൾ ഒരു കമ്പനിയിൽ ആർക്കൊക്കെ പവർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, ഒരു കമ്പനിയുടെ അതേപോലെ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് നല്ല പവർ ആയിരിക്കും അല്ലേ? അതുപോലെ ബാങ്കിന് പവർ ആയിക്കാരം, അതുപോലെ കസ്റ്റമേഴ്സിന് പവർ ഉണ്ടാവും. കസ്റ്റമേഴ്സ് ദ കിങ്. ഓക്കെ, അപ്പോൾ പവറിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെ ബേസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തത് പ്ലോട്ട് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ എ ഗ്രിഡ്. ഇവർ എന്ത് ചെയ്യുക? ഗ്രിഡാക്കി മാറ്റുക. എന്താ ഗ്രിഡാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിത്ത് അല്ലേ? ഗ്രിഡ് മീൻസ് ഹൈ പവർ, ഹൈ ഇൻട്രസ്റ്റ്, ലോ പവർ, ലോ ഇൻട്രസ്റ്റ്, ലോ പവർ, ഹൈ ഇൻട്രസ്റ്റ്, ലോ പവർ ആൻഡ് ലോ ഇൻട്രസ്റ്റ്. അതാണ് 4 കാറ്റഗറി. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയാൻ വേണ്ടി പോവാണ്. ക്രിയേറ്റിംഗ് എ ഗ്രിഡ് വിത്ത് പവർ ഓൺ വൺ ആക്സിസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ദ അതർ. പവർ ഒന്നിലും ഇൻട്രസ്റ്റ് മറ്റൊന്നിലും. അപ്പോൾ ഇൻട്രസ്റ്റും പവറും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രിഡാക്കി മാറ്റാം. ഫസ്റ്റ് വൺ പ്ലോട്ട് ദ ഈച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ ദ ഗ്രിഡ് ബേസ്ഡ് ഓൺ യുവർ അസസ്മെൻറ്റ്. ഫസ്റ്റ് വൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിത്ത് ഹൈ പവർ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ്, ദേ ആർ നോൺ ആസ് കീ പ്ലേയേഴ്സ്. പവറും കൂടുതലാണ്, ഇൻട്രസ്റ്റും കൂടുതലാണ്. ആ കാറ്റഗറി ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കീ പ്ലേയേഴ്സിന് വിളിക്കും. ആൻഡ് ഹൈ പവർ ബട്ട് ലോ ഇൻട്രസ്റ്റ്. പവർ കൂടുതലാണ്, ബട്ട് എന്ത് കുറവാണ്? ഇൻട്രസ്റ്റ് കുറവാണ്. അവരെ നമ്മൾ എന്ത് വിളിക്കരുോ? കീപ് സാറ്റിസ്ഫൈ എന്ന് വിളിക്കും. എന്താ പറയാം? അവർ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. മാസം നമ്മൾ ടാക്സ് എടുക്കുന്നുണ്ട്, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, GST റിട്ടേൺ ഫയൽ ചെയ്യണം. നമ്മൾ അവർക്ക് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്ത് അവരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം. ബാങ്ക് നമ്മൾ അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, അതുപോലെ ലോൺ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യണം, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ, ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തേ തീരൂ. അവർ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് എന്ത്? കീപ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഇനി പറയുന്നത് ലോ പവർ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ്. ഇവർക്ക് പവർ കുറവ്, ബട്ട് ഇൻട്രസ്റ്റ് കൂടുതൽ. ആരാണതെയോ? എംപ്ലോയീസ്. അതാണ് കീപ് ഇൻഫോംഡ്. ഓക്കെ ആണോ? ലാസ്റ്റ് വൺ ലോ പവർ ആൻഡ് ലോ ഇൻട്രസ്റ്റ്.
അതാണ് എന്ത് ലോ പ്രയോറിറ്റി. അപ്പോൾ 4 ഫസ്റ്റ് വൺ ഹൈ പവർ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ് വിച്ച് ഇസ് നോൺ ആസ് വാട്ട് കീ പ്ലേസ്. പിന്നെ പറഞ്ഞു ഹൈ പവർ ബട്ട് ലോ ഇൻട്രസ്റ്റ് ഈസ് നോൺ ആസ് കീപ് സാറ്റിസ്ഫൈഡ്. അല്ലെ ഓക്കെ, ഈ 4 ഇവിടെ താഴെ കൊടുത്തു, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടോ, ഫസ്റ്റ് വൺ പറയുന്നത് കീ പ്ലേസ് കീപ് സാറ്റിസ്ഫൈഡ്. പിന്നെ പറയുകയാണ് കീപ്പ് ഇൻഫോംഡ് ആൻഡ് ലോ പ്രയോറിറ്റി. ഓക്കെ, ഇനി ആരാണ് കീ പ്ലേസ് എന്ന് പറഞ്ഞാൽ? കീ പ്ലേസ് മീൻസ് വാട്ട്? കീ പ്ലേസ് അവരാണ് കമ്പനി ഫുൾ ടൈം എൻഗേജ് ആവുന്നുണ്ടാവും അല്ലേ. ദേ ആർ ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് യുവർ പ്രൊജക്ട്, സോ ദെയർ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ഷുഡ് ബി ടോപ്പ് പ്രയോറിറ്റി. കീ പ്ലേസ് മീൻസ് രണ്ടും എന്തെങ്കിലും കൂടുതലേക്കാരം. ഇനി കീപ് സാറ്റിസ്ഫൈഡ്, ഇവർക്ക് പവർ കൂടുതലാണ് ബട്ട് എന്ത് കുറവാണ്? ഇൻട്രസ്റ്റ് കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇവർ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫിക്സ്ഡ് ടൈമിൽ ഇവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഗവൺമെൻറ്റിന് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, ഇവർ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, തേർഡ് വൺ എന്താ? കീപ്പ് ഇൻഫോംഡ് മീൻസ് ഇവർ നമ്മൾ ഇൻഫോം ചെയ്തുകൊണ്ടേയിരിക്കണം. ലാസ്റ്റ് വൺ എന്താണ്? ലോ പ്രയോറിറ്റി. ഓക്കെ ആണോ? ഇതാണ് മെൻഡലോസ് മെട്രിക്സ്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണെന്ത്? മെൻഡലോസ് മെട്രിക്സ്. May 24 അറ്റംപ്റ്റ് മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ് മെൻഡലോസ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3rd ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി പറയാൻ വേണ്ടി പോണത് എന്താണ് 4th ചാപ്റ്റർ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. Pizza Galleria was India's first pizza delivery chain, enjoying monopoly for several years. Okay, however, after the entry of Modino and Uncle Jack, it is a struggling to come. ഇത് രണ്ട് ബ്രാൻഡിൻ്റെ പേരാണ് അല്ലേ. മൊഡീനോ ആൻഡ് അങ്കിൾ ജാക്ക് ഇസ് എ ബ്രാൻഡ്, രണ്ട് ബ്രാൻഡിൻ്റെ പേരാണിത്. ഓക്കെ, അപ്പോൾ പിസ്സ ഗലേറിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫസ്റ്റ് പിസ്സ ഡെലിവറി ചെയിനാണ്. അവർക്ക് കോമ്പറ്റീഷൻ ആണെന്ത് ഈ പറയുന്ന മൊഡീനോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ബോത്ത് മൊഡീനോ ആൻഡ് Uncle Jack have opened several eateries and priced the product aggressively. ഇവർ ഒരുപാട് ഔട്ട്ലെറ്റ്സ് എന്ത് ചെയ്തിരുന്നു, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി പറയാൻ വേണ്ടി പോകണേ, ഇൻ ദ ലാസ്റ്റ് 4 year ദ ചെയിൻ ഹാസ് സഫേർഡ് സിഗ്നിഫിക്കൻറ്റ് ലോസ്. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ആ കമ്പനി എന്ത് സഫർ ചെയ്യുന്നുണ്ട്? നഷ്ടം സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ചെയിൻ വിഷസ് ടു നോ വെദർ ദേ ഷുഡ് ഗോ ഫോർ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. ആ കമ്പനിക്ക് എന്തറിയാൻ ആഗ്രഹമുണ്ട്? ആ കമ്പനി ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യണോ വേണ്ടിയോ? ഒരു കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചെയ്യുന്ന സ്ട്രാറ്റജി റീട്രെഞ്ച്മെൻറ്റ് 2 ഫസ്റ്റ് വൺ ടേൺ അറൗണ്ട് ഉണ്ട്, ഡൈവേഴ്സ്മെൻറ്റ് ഉണ്ട്. ടേൺ അറൗണ്ട് മീൻസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കണം, അതാണ് ടേൺ അറൗണ്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് പ്രശ്നം വന്ന് ആ കമ്പനിക്ക് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യണോ വേണ്ടയോ എന്ന് ആർക്ക് തീരുമാനിക്കണം? കമ്പനിക്ക് തീരുമാനിക്കണം. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ദ കോമ്പണൻസ് ഓഫ് ആക്ഷൻ പ്ലാൻ ഓഫ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. അപ്പോൾ ആ കമ്പനിക്ക് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യണോ വേണ്ടയോ, ആ കമ്പനി ടേൺ അറൗണ്ട് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൻ്റെ കൂടെ അതിൻ്റെ എന്ത് വേണം? ആക്ഷൻ പ്ലാൻ. എങ്ങനെയാണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യുക? ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14 അല്ലേ. ടേൺ അറൗണ്ട്, ഒരു കമ്പനിയിൽ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ താഴെ കുറച്ച് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഈ താഴെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് മീൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓർ ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യണം. ടു സർവൈവ് ആൻഡ് ഗ്രോത്ത്. ആ കമ്പനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ, പിസ്സ ചെയിൻ മേ ചൂസ് ടു ഹാവ് എ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഇഫ് ദർ ആർ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, പെർസിസ്റ്റന്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ദ ബിസിനസ് എപ്പോഴും നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. പെർസിസ്റ്റന്റ് മീൻസ് കണ്ടിന്യൂസ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. സെക്കൻഡ് വൺ, അൺകോമ്പറ്റീവ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ആ കമ്പനിയുടെ പ്രൊഡക്റ്റിനും സർവീസിനും കോമ്പറ്റീഷൻ കിട്ടുന്നില്ല. പിന്നെ ഡിക്ലൈനിങ് മാർക്കറ്റ് ഷെയർ, കമ്പനി മാർക്കറ്റ് ഷെയർ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഡിറ്റോറിയേഷൻ ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റി, കമ്പനിയുടെ എല്ലാ ഫിസിക്കൽ ഫെസിലിറ്റി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓവർ സ്റ്റാഫിംഗ് മീൻസ് സ്റ്റാഫിൻ്റെ എണ്ണം കൂടുതലാണ്. ഹൈ ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുതലാണ്. പിന്നെ ലോ മൊറാലിറ്റി കുറവാണ്. മാനേജ്മെൻറ്റ് ഫുൾ ഫ്ലോപ്പാണ്. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒരു കമ്പനിക്കകത്തുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യണം? ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യണം. ഇതാണ് ഫാക്ടേഴ്സ്. ഇനി പറയാൻ വേണ്ടി പോകുന്നു, ഫോർ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ടു ബി സക്സസ്ഫുൾ ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ടു ഫോക്കസിങ് ഓൺ ദ ഷോർട്ട് ആൻഡ് ലോങ് ടൈം ഫിനാൻഷ്യൽ നീഡ് ആസ് വെൽ ആസ് സ്ട്രാറ്റജിക് ഇഷ്യൂ. The chain may attempt to leverage the potential Indian market by engaging new logistics partner. It may bring innovation in food items as well as quality and improvement in the overall dining and delivery experience. നോക്കട്ടോ, ഡ്യൂറിങ് ദ ടേൺ ഓവർ എ പ്രൊഡക്റ്റ് മിക്സ് മേ ബി ചേഞ്ച്ഡ് റിക്വയറിംഗ് ദ ഓർഗനൈസേഷൻ ടു ഡു സംതിങ് റീപൊസിഷൻ. ഓക്കെ, ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ ആ ഒരു പോയിന്റ്, ആ ഒരു ഫാക്ടേഴ്സ് ആ കമ്പനിക്ക് ഉണ്ടെങ്കിൽ മാത്രം ആ കമ്പനി എന്ത് ചെയ്താൽ മതി? ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്താൽ മതി. പറയുന്നത് ഫോർ സക്സസ്ഫുള്ളി ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ്, കമ്പനിക്ക് അനിവാര്യമാണ് ടു ഫോക്കസിങ് ഓൺ ഷോർട്ട് ആൻഡ് ലോങ് ടൈം ഫിനാൻഷ്യൽ നീഡ് ആസ് വെൽ ആസ് സ്ട്രാറ്റജിക് ഇഷ്യൂ. ആ കമ്പനിക്ക് നല്ല ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്തൊക്കെ കാരണം കൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുക? എന്തൊക്കെ കാരണം ആ കമ്പനിക്കകത്ത് ഉണ്ടാകുമ്പോഴാണ് കമ്പനി എന്ത് ചെയ്യുക? ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യുക.
ഇനി പറയാൻ വേണ്ടി പോണ് അതിൻ്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് കമ്പനിയിൽ ടേൺ സ്ട്രാറ്റജി ചെയ്യുക. ഫസ്റ്റ് വൺ അതിന് 5 സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റേജ് നമ്പർ 1 എന്താ അസസ്മെൻറ്റ് ഓഫ് കറണ്ട് പ്രോബ്ലം, ഇപ്പോഴത്തെ പ്രശ്നം മനസ്സിലാക്കണം. ഓക്കെ. സെക്കൻഡ് വൺ സ്റ്റേജ് 2 അനലൈസ് ദ സിറ്റുവേഷൻ ആൻഡ് ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജി പ്ലാൻ. സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി പ്ലാൻ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം അല്ലേ. ഐഡൻറ്റിഫൈ ദ അപ്രോപ്രിയറ്റ് സ്ട്രാറ്റജി ആൻഡ് ഡെവലപ്പിംഗ് എ പ്രിലിമിനറി ആക്ഷൻ പ്ലാൻ. ഒരു പ്രിലിമിനറി ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. സ്റ്റെപ്പ് നമ്പർ 3 എന്താ ഇംപ്ലിമെൻറ്റിംഗ് ആൻ എമർജൻസി ആക്ഷൻ പ്ലാൻ. ഒരു എമർജൻസി ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ. ഇവിടെ കീവേഡ് ഉണ്ട്. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടല്ലോ, അത് എന്തിനു വേണ്ടി അറിയോ, മസ്റ്റ് ബി ഡെവലപ്ഡ് ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. എന്താ ബ്ലീഡിങ്, നമ്മൾ ബ്ലഡ് വരില്ല, ബ്ലീഡിങ് വിച്ച് മീൻസ് ഒരുപാട് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി, ആ പ്രശ്നങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, ബ്ലീഡിങ് മീൻസ് ആ പ്രശ്നങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എമർജൻസി ആയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ സ്റ്റേജ് നമ്പർ 4 എന്താ റീസ്ട്രക്ചർ ദ ബിസിനസ് ഒന്ന് A to Z മാറ്റി മറിക്കണം. ഇനി പറയാണ് ബിസിനസ് മാറ്റി മറിക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അത് അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. പിന്നെ പറയാൻ ലാസ്റ്റ് വൺ റിട്ടേൺ ടു നോർമൽ, പഴയ പോലെ നമ്മൾ എന്തെങ്കിലും തിരിച്ചാക്കണം. ഇതാണ് 5 സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ അസസ്മെൻറ്റ് ഓഫ് കറണ്ട് പ്രോബ്ലം, സെക്കൻഡ് വൺ അനലൈസ് സിറ്റുവേഷൻ ആൻഡ് ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജിക് പ്ലാൻ, തേർഡ് വൺ ഇംപ്ലിമെൻറ്റിംഗ് ആൻ എമർജിംഗ് ആക്ഷൻ പ്ലാൻ, ഫോർത്ത് വൺ റീസ്ട്രക്ചറിംഗ് ദ ബിസിനസ് ആൻഡ് ലാസ്റ്റ് വൺ റിട്ടേൺ ടു നോർമൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് 4th ചാപ്റ്ററിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ. ഇനി 4th വൺ എന്താ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. വളരെ സിമ്പിൾ. എന്താ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് രണ്ടും റിലേറ്റഡ്, പ്രൊഡക്റ്റ് പരസ്പരം ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. റിലേറ്റഡ് ആയിരിക്കണം, ലിങ്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ ക്ലാസ് എടുത്ത കുട്ടികൾക്ക് അറിയാം, ഞാൻ ഒരു അമൂലിൻ്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട് അല്ലേ. പിന്നെ എന്താ കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, ഒരു ബന്ധമില്ലാത്ത കമ്പനി പരസ്പരം എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക. അതാണ് എന്ത് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? ഇതിൻ്റെ ഡെഫിനേഷൻ വായിച്ച് നോക്കി. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ ഡെഫിനേഷൻസ് ഒന്ന് വായിക്കാം. ഓക്കെ. എന്താണ് കോൺസെൻട്രിക് നോക്ക്. ഫോളോയിങ് ആർ ദ പ്രിൻസിപ്പൽ പോയിൻറ്റ്സ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഫസ്റ്റ് പോയിന്റ് പറയാൻ വേണ്ടി പോണി കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കർ വെൻ എ ഫേം റിലേറ്റഡ് പ്രൊഡക്റ്റ് ഓർ മാർക്കറ്റ്. റിലേറ്റഡ് ആണെങ്കിൽ മാത്രമേ കോൺസെൻട്രിക് ആണ്. ഓൺ ദ അതർ ഹാൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കർ വെൻ എ ഫേം ഡൈവേഴ്സിഫൈ ഇൻ ടു ഏരിയ ദാറ്റ് ആർ അൺറിലേറ്റഡ് ടു കറണ്ട് ലൈൻ ഓഫ് ബിസിനസ്. അപ്പോൾ കോൺസെൻട്രിക് ആണെങ്കിൽ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിരിക്കണം. പരസ്പര ബന്ധമുള്ള പ്രൊഡക്റ്റ് മാത്രമേ കോൺസെൻട്രിക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പരസ്പര ബന്ധമില്ലാത്തതാണ് എന്ത് ഈ പറയുന്ന കോൺഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റാണ് കോൺസെൻട്രിക് ചെയ്യുമ്പോൾ ന്യൂ ബിസിനസ് ഈസ് ലിങ്ക്ഡ് ടു എക്സിസ്റ്റിംഗ് ബിസിനസ് ത്രൂ പ്രോസസ്, ടെക്നോളജി ഓർ മാർക്കറ്റിംഗ്. പുതിയ ചെയ്യാൻ വേണ്ടി പോകുന്ന ബിസിനസ് പഴയ ബിസിനസ്സുമായിട്ട് പരസ്പരം ലിങ്ക് ഉണ്ടാവും, കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ അമുൽ എന്ന് പറഞ്ഞ കമ്പനി, അമുൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മെയിൻ ബിസിനസ് പാലാണ്. ആ പാല് ചെറിയ മാറ്റം വരുത്തി തൈരാക്കുന്നു, ചെറിയ മാറ്റം വരുത്തി പനീറാക്കുന്നു, ചെറിയ മാറ്റം വരുത്തി അവർ ഐസ്ക്രീം ആക്കുന്നു, ചെറിയ മാറ്റം വരുത്തി അവർ പല ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പനീറും ഈ പറയുന്ന തൈരൊക്കെ ഈ പാലുമായിട്ട് ബന്ധമുണ്ട്. അതാ പറഞ്ഞത് പുതിയ ബിസിനസ് പഴയ ബിസിനസ്സുമായിട്ട് എന്തുണ്ട്, ലിങ്ക് ഉണ്ട്. എങ്ങനെ? ത്രൂ ദ പ്രോസസ്. ചിലപ്പോൾ സെയിം പ്രോസസ് ആയിക്കാരം. തൈരും പാലും സെയിം പ്രോസസ് അല്ലേ. ത്രൂ ടെക്നോളജി സെയിം ആയിക്കാരം, മാർക്കറ്റിംഗ് സെയിം ആയിക്കാരം. തൈരിനും പാലിനും സെയിം മാർക്കറ്റിംഗ് ആണ്, തൈരിനും പാലിനും സെയിം ടെക്നോളജിയാണ്. അതാ പറഞ്ഞത് ടെക്നോളജിയിലൂടെയോ അല്ലെങ്കിൽ പ്രോസസ്സിലൂടെയോ മാർക്കറ്റിങ്ങിലൂടെയോ എന്താണ് ലിങ്ക് ഉണ്ടാവും. അതാണ് എന്ത് കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കോൺഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ലിങ്കേജ്, നോ സച്ച് ലിങ്കേജ് എക്സിസ്റ്റ്. ഒരു ബന്ധം ഉണ്ടാവില്ല. വിച്ച് മീൻസ് ന്യൂ പ്രൊഡക്റ്റ് ഓർ ബിസിനസ് ഈസ് ഡിസ്റ്റോയിൻഡ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ബിസിനസ് ഓർ പ്രൊഡക്റ്റ്. പുതിയ പ്രൊഡക്റ്റ് ഡിസ്റ്റോയിൻഡ് വിച്ച് മീൻസ് ഒരു ബന്ധം. ജോയിൻ മീൻസ് പരസ്പര ബന്ധം, ഡിസ്റ്റോയിൻഡ് മീൻസ് ഒരു ബന്ധം ഉണ്ടാവില്ല. പുതിയ പ്രൊഡക്റ്റ് പഴയ പ്രൊഡക്റ്റുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുതിയ ബിസിനസ് പഴയ ബിസിനസ്സുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ആ ടൈപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് എന്ത് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ. ഇനി പറയാണ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ പുർസ്യൂയിങ് എ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഫോം എക്സിസ്റ്റിംഗ് ലൈൻ ഓഫ് ബിസിനസ് ആർ അവൈലബിൾ. കോൺസെൻട്രിക് ആയി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ദ കോമൺ റീസൺ ഫോർ പുർസ്യൂയിങ് എ കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് വാട്ട് ദ ലിമിറ്റഡ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ഔട്ട്സൈഡ്. ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി മാത്രമേ അവിടെ ഉള്ളൂ, കോൺഗ്ലോമറേറ്റിനകത്തുള്ളൂ. കോൺസെൻട്രിക് ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ ആണോ? ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ചാപ്റ്റർ നമ്പർ 4 എന്ത് നമ്മൾ തീർത്തു. ഇതാണ് ചാപ്റ്റർ നമ്പർ 4ൻ്റെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്തേ പെൻഡിങ് ഉള്ളൂ? ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് ചാപ്റ്റർ നമ്പർ 5. ഓക്കെ. ചാപ്റ്റർ നമ്പർ 5 ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 16 വെച്ചൊക്കെ വൈ സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ ആർ എസെൻഷ്യലി ഫോർ ഓർഗനൈസേഷൻ അല്ലേ. സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ എന്തുകൊണ്ടാണ് ഒരു കമ്പനീൻ്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷേഴ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ലാസ്റ്റ് ഏരിയ. എന്താ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ നോക്കി. സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ ഓർഗനൈസേഷൻ ഫോർ ദ സെവറൽ റീസൺ. ഫസ്റ്റ് വൺ, ഒരു കമ്പനി
ആ കമ്പനിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്പനീൻ്റെ ഗോൾസൊക്കെ അലൈൻ ചെയ്യാൻ സഹായിക്കും. പിന്നെ റിസോഴ്സൊക്കെ പ്രോപ്പറായിട്ട് അലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ കമ്പനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. പിന്നെ അക്കൗണ്ടബിലിറ്റി സഹായിക്കും. അതാ പറഞ്ഞത് 4 പോയിൻറ്റ് മാത്രം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി സിമ്പിൾ. കണ്ടോ, ഗോൾ അലൈൻമെൻറ്റ് ആ കമ്പനീൻ്റെ പ്രസൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കും. സെക്കൻഡ് വൺ റിസോഴ്സൊക്കെ പ്രോപ്പറായിട്ട് അലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. തേർഡ് വൺ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് വൺ എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി 16ാമത്തെ ക്വസ്റ്റിനകത്ത് നിന്ന് 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 16(1) നോക്കിക്കോട്ടോ. ചാപ്റ്റർ നമ്പർ 5 ആണ്. എ മുംബൈ ബേസ്ഡ് കോൺഗ്ലോമറേറ്റ് PQR ലിമിറ്റഡ് ഹാസ് അനൗൺസ്ഡ് എ മേജർ റീസ്ട്രക്ചറിങ് ഓഫ് ഹിസ് ബിസിനസ് ഓപ്പറേഷൻ. ഒരു കമ്പനിയാണ്. ആ കമ്പനി എന്ത് അനൗൺസ് ചെയ്തു? റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനി. ദ കമ്പനി ഹാസ് ഡിസൈഡഡ് ടു സ്പ്ലിറ്റ് ഇസ് ബിസിനസ് ഇൻ ടു 4 സെപ്പറേറ്റ് യൂണിറ്റ്. ആ കമ്പനി എന്ത് ചെയ്തു? 4 സെപ്പറേറ്റ് യൂണിറ്റാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാനുഫാക്ചറിങ്, റീറ്റെയിൽ, സർവീസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഏതൊക്കെ 4 യൂണിറ്റ് ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് യൂണിറ്റ്, സർവീസ് യൂണിറ്റ്, റീറ്റെയിൽ യൂണിറ്റ് ആൻഡ് ടെക്നോളജി യൂണിറ്റ്. ഈച്ച് യൂണിറ്റ് വിൽ ഓപ്പറേറ്റ് ആസ് എ സെപ്പറേറ്റ് ബിസിനസ്. ഓരോ യൂണിറ്റ് എന്താണ്? സെപ്പറേറ്റ് ബിസിനസ് പോലെ വർക്ക് ചെയ്യും. വിത്ത് ഡെലിഗേറ്റഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻ ആൻഡ് സ്ട്രാറ്റജി ടു റെസ്പെക്റ്റീവ് യൂണിറ്റ് മാനേജർ. ഓരോ യൂണിറ്റിനും ഓരോ മാനേജർ അപ്പോയിൻറ്റ് ചെയ്യും. ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യും. ഓരോ യൂണിറ്റിനകത്തുള്ള മാനേജേഴ്സിന് ഡേ ടു ഡേ ഓപ്പറേഷൻ കൊടുക്കും, റെസ്പോൺസിബിലിറ്റി കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ആ 4 യൂണിറ്റും 4 ബിസിനസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദാറ്റ് PQR ലിമിറ്റഡ് ഹാസ് പ്ലാൻഡ് ടു ഇംപ്ലിമെൻറ്റ്. ഇവിടെ ഏത് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക? ഒരു സംശയമല്ല, SBU അല്ലേ? സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചു. SBU എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊരു കമ്പനീൻ്റെ മെയിൻ ബിസിനസ്സിനെ ചെറിയ ചെറിയ യൂണിറ്റാക്കി സ്പ്ലിറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാംസങ് ഫോൺ ഉണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, AC ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. സാംസങ് എന്ന് പറഞ്ഞ കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ചെയ്തു. ഇനി റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. ജിയോ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്. ഇതെന്താ? SBU ആണ്. ട്രെൻഡ്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് അതിൻ്റെ ടാറ്റ ഗ്രൂപ്പിന് ടാറ്റ സ്റ്റീൽസ് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, കൺസൾട്ടൻസി ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ SBU ആണ്. അപ്പോൾ SBU ബിസിനസ്സിൻ്റെ ബേസിലും ആവാം, പ്രൊഡക്റ്റിൻ്റെ ബേസിലും ആവാം. ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ അപ്പോൾ ഒരു കമ്പനീൻ്റെ ബിസിനസ് അത് ചെറിയ ചെറിയ യൂണിറ്റാക്കി സ്പ്ലിറ്റ് ചെയ്തു. മാനുഫാക്ചറിങ്, സർവീസ്, റീറ്റെയിൽ ആൻഡ് ടെക്നോളജി വിച്ച് മീൻസ് വാട്ട്? അത് SBU ആണ്. ഇനി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ യൂണിറ്റും സെപ്പറേറ്റ് ബിസിനസ് പോലെ വർക്ക് ചെയ്യുന്നു. SBU ആണെന്ത്? ഓരോ യൂണിറ്റും സെപ്പറേറ്റ് ബിസിനസ് പോലെ വർക്ക് ചെയ്താണ് SBU ആണ്. ഓരോ SBU ഓരോ CEO ഉണ്ടാവും. ആ CEOയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഡേ ടു ഡേ ഓപ്പറേഷൻ ആണ്. അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡേ ടു ഡേ ഓപ്പറേഷൻ. ആണ് അവിടെ സെപ്പറേറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാ സ്ട്രക്ചർ? ഏതാ? SBU. 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ. SBU കഴിഞ്ഞു. ലാസ്റ്റ് ഏരിയല്ലേ എന്തൊക്കെ ഉണ്ടോ? PQR ഹാസ് പ്ലാൻ ടു ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജി ബിസിനസ് യൂണിറ്റ് SBU structure. Very large organization, particularly those running into several products or operating at a distinct geographical location that are extremely diverse in terms of environmental factors, can be better managed by creating strategy business unit. ഒരു കമ്പനി അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഏറ്റവും സൂട്ടബിൾ എന്താണ്? SBU ആയിട്ട് മാറ്റുക. അല്ലേ, ഇനി ആട്രിബ്യൂട്ട്സ് ഓഫ് SBU എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ബെനിഫിറ്റ്, ഒരു ഫേം SBU ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? അല്ലേ, ഇതൊരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ടെറിറ്റോറിയൽ ഗ്രൂപ്പിംഗ് ഓഫ് ബിസിനസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ പറഞ്ഞു ഒരു SBU ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ബിസിനസ്. ഒരു SBU ഫോർ എക്സാമ്പിൾ ടെക്നോളജി, ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എന്താ? ടെക്നോളജിയും റീറ്റെയിൽ നമ്മൾ ഡിസ്റ്റിങ്ക്ട്. ടെക്നോളജി പോലെയല്ല റീറ്റെയിൽ. ടെക്നോളജി ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം റീറ്റെയിൽ. ഓരോ SBU എന്താണ്? ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഈച്ച് SBU വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ് സ്ട്രാറ്റജി. ഓരോ SBUക്കും ഉണ്ട് ഓരോ ടൈപ്പ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഓരോ ടൈപ്പ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഓരോ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജികളുണ്ട്. പിന്നെ ഓരോ SBUവിൻ്റെ CEOക്ക് റെസ്പോൺസിബിലിറ്റി. ആ CEOൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ? റെസ്പോൺസിബിലിറ്റി ഫോർ സ്ട്രാറ്റജി പ്ലാനിങ് അല്ലേ. പിന്നെ പറയുന്നു പ്രൊഡക്റ്റ് ഓർ ബിസിനസ് ദാറ്റ് ആർ റിലേറ്റഡ് ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ഫംഗ്ഷൻ അല്ലേ. ഓരോ പ്രൊഡക്റ്റും ഡിഫറൻ്റ് ആണെങ്കിൽ പോലും അത് പരസ്പരം ചെറുതായിട്ട് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് അവിടെ പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇതാണ് SBU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ ഓഫ് യുവർ RTP 2024 September. Is very important.